നമസ്കാരം. പകൽ വാർത്ത ആരംഭിക്കുന്നു. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. പാലാ നഗരസഭയിൽ കേരള കോൺഗ്രസ് എം കോൺഗ്രസ് സഖ്യം വരുന്നു. UDF ഭരണം വീണു. LDF അവിശ്വാസം പാസായി. 4 കോൺഗ്രസ് അംഗങ്ങളും കോൺഗ്രസ് വിമതയും പിന്തുണച്ചു. കോൺഗ്രസ് അംഗങ്ങൾ എത്തിയത് വിപ്പ് ലംഘിച്ച്. നിതിൻ രാജിന്റെ മരണത്തിൽ അന്വേഷണ സംഘത്തിൽ മാറ്റം. ആഭ്യന്തര വകുപ്പ് നടപടി കുടുംബം അതൃപ്തി അറിയിച്ചതോടെ MK റാമിന്റെ ജാമ്യത്തിൽ DGPയോട് വിശദീകരണം തേടി മന്ത്രി. യുക്രൈനിൽ കൊല്ലപ്പെട്ട മലയാളി നാവികന്റെ മൃതദേഹം നാട്ടിലെത്തിക്കാൻ തീവ്ര ശ്രമം. കാസർഗോഡ് വെള്ളരിക്കുണ്ട് സ്വദേശി അഖിൽ ജോയൽ മരിച്ചത് റഷ്യൻ ആക്രമണത്തിൽ. റഷ്യയെ കടുത്ത പ്രതിഷേധം അറിയിച്ച് വിദേശകാര്യ മന്ത്രാലയം. ദേശാഭിമാനി വിവാദത്തിൽ കടുത്ത അമർഷത്തിൽ CPM. പാർട്ടിയെ തുടർച്ചയായി പ്രതിസന്ധിയിലാക്കുന്നുവെന്ന് അഭിപ്രായം. നേതൃയോഗങ്ങളിൽ വിഷയം ചർച്ചയാകും. എഡിറ്റർ KR അജയനെതിരെയുള്ള നടപടിയും ഉടൻ. കള്ളൻ വിജയൻ ലേഖനം സമൂഹമാധ്യമത്തിൽ പങ്കുവച്ച് എഴുത്തുകാരൻ. ഹൈക്കോടതിക്ക് മുന്നിൽ ദമ്പതികളുടെ ആത്മഹത്യാശ്രമം. ആംബുലൻസ് ഡ്രൈവറും ഭാര്യയും ആംബുലൻസിനുള്ളിൽ വെച്ച് വിഷം കഴിച്ചു. പോലീസിനും നീതിന്യായ സംവിധാനത്തിനുമെതിരെ ആരോപണങ്ങൾ. വ്യാജ പീഡന പരാതിയും കള്ളമൊഴിയും നൽകുന്നുവെന്ന് പരാതി. ഡൽഹിയിൽ കോക്രോച്ച് പാർട്ടി സമരം തുടരുന്നു. ജന്തർ മന്ദറിലെത്തി ചർച്ച വേണമെന്ന ആവശ്യവുമായി നേതാക്കൾ. ചോദ്യപേപ്പർ ചോർച്ചയിൽ കർശന നടപടിയുണ്ടാകുമെന്ന് പ്രധാനമന്ത്രി. കുട്ടികളെ ഉപയോഗിച്ച് രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിച്ചാൽ ശക്തമായി നേരിടുമെന്നും മോദി NDA യോഗത്തിൽ. പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. കരുവന്നൂർ സഹകരണ ബാങ്ക് കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ജാമ്യമെടുത്ത CPM. തൃശൂർ ജില്ലാ സെക്രട്ടറി അബ്ദുൽ ഖാദർ ഹാജരായി. കേസിൽ പാർട്ടി 68ാം പ്രതി. തിരുവനന്തപുരത്ത് ബാറിന് തീയിട്ട അനീഷിന്റെ ശബ്ദ സന്ദേശം പുറത്ത്. മുഖത്തടിച്ചതിനെ തുടർന്നുണ്ടായ പ്രകോപനമാണ് കാരണമെന്ന് പ്രതി. ഞാൻ ഒരു പെഗടിക്കാൻ വേണ്ടി ഇവിടെ വന്നതാണ്. ബാറിൽ വന്നപ്പോ അവന്മാർ എന്നെ ചവിട്ടിലടിച്ചു. ഞാൻ തിരികെ ഞാൻ പോയി പെട്രോൾ പമ്പിൽ പോയിട്ട് പെട്രോൾ വാങ്ങിച്ചിട്ട് അവന്മാരെ ഒഴിച്ച് കത്തിച്ച്. എനിക്കൊന്നും പറ്റിയൊന്നുമില്ല. എവിടെയൊക്കെ കരിഞ്ഞു മൊത്തം. പൊള്ളലേറ്റ 2 പേരുടെ നില ഗുരുതരം. VS ഓർമ്മയായിട്ട് 1 വർഷം. ആലപ്പുഴ വലിയ ചുടുകാട്ടിൽ അനുസ്മരണ സമ്മേളനം. VS സ്മാരകം ഉദ്ഘാടനം വൈകിട്ട്. സിക്കിമിൽ തുരങ്ക നിർമ്മാണത്തിനിടെ മണ്ണിടിച്ചിൽ മരണം 8 ആയി. ഒട്ടേറെ തൊഴിലാളികൾ കുടുങ്ങിക്കിടക്കുന്നു. മീഥെയിൻ വാതകത്തിന്റെ അളവ് ഉയർന്നത് രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളി. സമ്മർദ്ദം തുരങ്കത്തിൽ അപകടം തിങ്കളാഴ്ച വൈകിട്ട് 3 മണിയോടെ. പത്താം ദിവസവും ഇറാനെതിരായ ആക്രമണം തുടർന്ന അമേരിക്ക. കുവൈറ്റിലും ബഹ്റൈനിലും US സൈനിക കേന്ദ്രങ്ങളിൽ ഇറാനും ആക്രമണം നടത്തി. ഒമാനിലെ ലിമ തീരത്തിന് സമീപം ഹോർമുസ് കടലിടുക്കിൽ ടാങ്കറിൽ മിസൈൽ പതിച്ചു. ചെങ്കടലിൽ സൗദി അറേബ്യൻ കപ്പലുകളെ തടയുമെന്ന് ഹൂതി വിമതർ. വാർത്തയിലേക്ക് വിശദമായി. മാധ്യമ വക്താക്കൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി KPCC. ചർച്ചകളിൽ പാർട്ടി നിലപാടുകൾ മാത്രമേ മാധ്യമ വക്താക്കൾ പറയാൻ പാടുള്ളൂ. മാധ്യമ വിഭാഗത്തിന്റെ ചുമതലയുള്ള ദീപ്തി മേരി വർഗീസാണ് വക്താക്കൾക്ക് കത്ത് നൽകിയത്. ലീഡർ നിയമന വിവാദത്തിലെ പരസ്യ വാഗ്പോരിന്റെ പശ്ചാത്തലത്തിലാണ് KPCCയുടെ ഇടപെടൽ. KPCC വക്താക്കളായ ജിൻഡോ ജോണും അതോടൊപ്പം അനൂപ് വിയറും ഗവൺമെന്റ് പ്ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ട് സർക്കാർ എടുത്ത തീരുമാനങ്ങളെ പരസ്യമായി തന്നെ വിമർശിച്ചുകൊണ്ട് സമൂഹമാധ്യമങ്ങളിലൂടെ പോസ്റ്റുകൾ ഇടുകയും മാധ്യമ ചർച്ചകളിൽ എതിർ നിലപാട് സ്വീകരിക്കുകയും ചെയ്തതിന് പിന്നാലെയാണ്
VD പക്ഷം അതിനെതിരെ നേതൃത്വത്തെ സമീപിച്ചത്. KPCCക്ക് രാജു പി നായർ കത്ത് നൽകുകയായിരുന്നു. ഈ വക്താക്കളെ KPCCയുടെ ഔദ്യോഗിക വക്താവ് സ്ഥാനത്ത് നിന്ന് നീക്കണമെന്ന ആവശ്യമാണ് ഈ പരാതിയിൽ ഉന്നയിച്ചത്. അതിന് പിന്നാലെയാണ് ഈ വിഷയത്തിൽ ഒരു ഇടപെടൽ KPCC നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. മാധ്യമ വിഭാഗത്തിന്റെ ചുമതലയുള്ള ദീപ്തി മേരി വർഗീസാണ് KPCCയുടെ വക്താക്കൾക്ക് ഔദ്യോഗികമായി നോട്ടീസ് അയച്ചിരിക്കുന്നത്. ആ നോട്ടീസിൽ എടുത്തു പറയുന്ന കാര്യം, മാധ്യമങ്ങളിൽ പരസ്യമായി ചർച്ചകളിൽ പങ്കെടുക്കുമ്പോൾ പാർട്ടി നിലപാടുകൾക്ക് വിരുദ്ധമായ നിലപാടുകൾ സ്വീകരിക്കാൻ പാടില്ല. അത്തരം പരസ്യമായ പ്രസ്താവനകളും പ്രതികരണങ്ങളും നടത്താൻ പാടില്ല. അത് പാർട്ടിയുടെ പ്രഖ്യാപിതമായ നിലപാടിന് വിരുദ്ധമാകും. അത്തരമൊരു സമീപനം ആരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം എന്ന കൃത്യമായ സന്ദേശമാണ് ഈ കത്തിലൂടെ വക്താക്കൾക്ക് നൽകിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ തർക്കങ്ങളിലേക്ക് പ്രശ്നം പോകാതിരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് KPCC നേതൃത്വം അടിയന്തരമായ വിഷയത്തിൽ ഇങ്ങനെയൊരു ഇടപെടൽ നടത്തിയിരിക്കുന്നത്. ഡാൻ കുര്യന്റെ റിപ്പോർട്ടാണ് കണ്ടത്. ദേശാഭിമാനി പാർട്ടിയെ തുടർച്ചയായി പ്രതിസന്ധിയിലാക്കുന്നതിൽ CPM നേതൃത്വത്തിൽ അമർഷം. ഒരു കേന്ദ്ര കമ്മിറ്റി അംഗത്തിനും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗത്തിനും പത്രത്തിന്റെ ചുമതല നൽകിയിട്ടും നിരന്തരം വിവാദങ്ങളാണ്. നാളെ ആരംഭിക്കുന്ന നേതൃയോഗങ്ങളിൽ വിഷയം ചർച്ചയാകും. വാരാന്ത പതിപ്പിന്റെ എഡിറ്റർ KR അജയനെതിരെ നടപടിയും ഉടനുണ്ടാകും. ദേശാഭിമാനി മുഖിയ കള്ളൻ വിജയൻ ലേഖനം PC രാജേഷ് സമൂഹമാധ്യമത്തിൽ പങ്കുവച്ചു. പാർട്ടി മുഖപത്രമായ ദേശാഭിമാനി തുടർച്ചയായി CPMനെ പ്രതിരോധത്തിലാക്കുന്നതിലാണ് നേതാക്കൾക്ക് കടുത്ത അമർഷമുള്ളത്. വിഴിഞ്ഞം ഓഹരി കൈമാറ്റത്തിന് സർക്കാരിനെതിരെ കടുത്ത നിലപാടുമായി കടുത്ത പ്രതിഷേധവുമായി മുന്നോട്ടു പോകുമ്പോഴാണ് CPM മുഖപത്രത്തിൽ വന്ന വാർത്ത ഉദ്ധരിച്ചുകൊണ്ട് അത് ആയുധമാക്കിക്കൊണ്ട് പ്രതിപക്ഷത്തിനെതിരെ CPMനെതിരെ മുഖ്യമന്ത്രി നിലപാടെടുത്തത്. ദേശാഭിമാനിയാണ് ഓഹരി കൈമാറ്റത്തെ ആദ്യം അനുകൂലിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് അന്ന് VD സതീശൻ ദേശാഭിമാനി ഉയർത്തിക്കാട്ടിയ വാർത്താ സമ്മേളനത്തിൽ CPMനെ വിമർശിക്കുമ്പോൾ CPM നേതാക്കൾക്ക് ഉത്തരമില്ലാത്ത സാഹചര്യമുണ്ടായി. പല ഘട്ടത്തിലും ദേശാഭിമാനി തള്ളിപ്പറയേണ്ട അവസ്ഥയിലേക്ക് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും അതുപോലെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ളവർ എത്തുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് VS അച്യുതാനന്ദനെ പോലെ കേരളത്തിലെ ഏറ്റവും ജനകീയനായ കമ്മ്യൂണിസ്റ്റ് നേതാവിന്റെ ആദ്യ ചരമവാർഷികത്തിന് മുന്നോടിയായി വാരാന്ത്യം പുറത്തിറക്കാൻ പോലും കഴിയാത്തൊരവസ്ഥ ദേശാഭിമാനിക്ക് ഉണ്ടായത്. രണ്ട് പ്രധാനപ്പെട്ട നേതാക്കളാണ് ദേശാഭിമാനിയുടെ ചുമതലയിൽ CPMൽ നിന്ന് ഉള്ളത്. കേന്ദ്ര കമ്മിറ്റി അംഗം പുത്ര ദിനേശനും സംസ്ഥാന സെക്രട്ടറി അംഗം M സ്വരാജും. രണ്ട് നേതാക്കളുള്ളപ്പോഴും ദേശാഭിമാനി നിരന്തരം ഇങ്ങനെ പ്രതിസന്ധിയിലാകുന്നു, വിവാദങ്ങളിലാകുന്നു. CPM നേതൃത്വത്തെ വല്ലാതെ അലോസരപ്പെടുത്തുന്നുണ്ട്. ഈ നേതാക്കൾക്ക് പൂർണ്ണസമയം ദേശാഭിമാനിയുടെ പ്രവർത്തനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുന്നതിന് വിമർശനം ദേശാഭിമാനിക്കുള്ളിലുമുണ്ട്. ഏതായാലും എങ്ങനെയാണ് വിഷയത്തിൽ ഇടപെടാനാവുക, എന്തെല്ലാം നടപടികളിലൂടെ ദേശാഭിമാനിയുടെ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാകുമെന്ന കാര്യം CPM ചർച്ച ചെയ്യും. അടുത്ത 3 ദിവസങ്ങളായി CPMന്റെ നേതൃയോഗങ്ങൾ ചേരുന്നുണ്ട്. ഈ വാരാന്തപതി വിവാദത്തിൽ എഡിറ്റർ അജയൻ ഇന്നലെ പാർട്ടി നേതൃത്വത്തിന് മറുപടി വിശദീകരണം നൽകിയിട്ടുണ്ട്. തെറ്റുപറ്റിയെങ്കിൽ തിരുത്താം, പക്ഷേ ആ തലക്കെട്ടിൽ കള്ളൻ വിജയൻ എന്ന തലക്കെട്ടിൽ ഒരു തെറ്റും തനിക്ക് തോന്നുന്നില്ല എന്ന വിശദീകരണമാണ് അദ്ദേഹം നൽകിയതായി അറിയുന്നത്. ഏതായാലും അജയനെതിരെ വൈകാതെ നടപടി ഉണ്ടായേക്കും. CPM നേതൃത്വവും ഈ വിഷയങ്ങൾ ഗൌരവത്തോടുകൂടി തന്നെയാണ് ചർച്ച ചെയ്യുന്നത്. ജന്തർ മന്ദറിലെ സമരപ്പന്തലിൽ തുടർന്ന് കോക്രോച്ച് ജനതാ പാർട്ടി അനുയായികൾ. പാർലമെന്റ് മാർച്ച് ഉപേക്ഷിച്ചെങ്കിലും ശക്തമായ പ്രതിഷേധം തുടരും. ഇന്നലെയുണ്ടായ സംഘർഷത്തിൽ 5 FIR രജിസ്റ്റർ ചെയ്തു. ആസൂത്രിത ആക്രമണമാണ് നടന്നതെന്നും ഗൂഢാലോചന അന്വേഷിക്കുമെന്നും ഡൽഹി പോലീസ് അറിയിച്ചു. ഇന്നലെയുണ്ടായ സംഘർഷത്തിൽ 60 പ്രതിഷേധക്കാർക്കും 118 പോലീസുകാർക്കും പരിക്കേറ്റിരുന്നു. വിദ്യാർത്ഥികളെ ലാത്തിച്ചാർജ് നടത്തിയതിന് പ്രധാനമന്ത്രി ക്ഷമാപണം നടത്തണമെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു. സിക്കിമിൽ തുരങ്ക നിർമ്മാണത്തിനിടെ ഉണ്ടായ മണ്ണിടിച്ചിലിൽ 8 പേർ മരിച്ചു. തുരങ്കത്തിനുള്ളിൽ കുടുങ്ങിയ 12 പേരെ രക്ഷിച്ചു. 18ഓളം പേർ ഇപ്പോഴും തുരങ്കത്തിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നതായാണ് കരുതുന്നത്. ദേശീയ ദുരന്ത നിവാരണ സേന ഉൾപ്പെടെ സ്ഥലത്തുണ്ടെങ്കിലും മണ്ണിടിച്ചിലിന് പിന്നാലെ തുരങ്കത്തിനുള്ളിൽ മീഥെയ്ൻ വാതകത്തിന്റെ അളവുയർന്നത് രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയാകുന്നുണ്ട്. സിക്കിമിലെ സമർദങ് തുരങ്കത്തിൽ വെള്ളിയാഴ്ച വൈകിട്ട് 3 മണിയോടെയാണ് അപകടമുണ്ടായത്. ടീസ്ത ഹൈഡ്രോ ഇലക്ട്രിക് പദ്ധതിയുടെ ഭാഗമായാണ് ഇവിടെ തുരങ്ക നിർമ്മാണം നടക്കുന്നത്. പട്ടേൽ എഞ്ചിനീയറിംഗ് കമ്പനിക്കാണ് നിർമ്മാണ ചുമതല. വൈകിട്ടോടെയാണ് നിർമ്മാണം നടക്കുന്ന തുരങ്കത്തിനുള്ളിൽ മണ്ണിടിച്ചിലുണ്ടായത്. ഇതോടെ തുരങ്കത്തിൽ നിന്ന് പുറത്തേക്കുള്ള വഴി പൂർണ്ണമായും അടഞ്ഞു. തുടർന്ന് കുടുങ്ങിക്കിടക്കുന്നവരെ പുറത്തെത്തിക്കാനായി രക്ഷാപ്രവർത്തനം ആരംഭിച്ചെങ്കിലും തുരങ്കത്തിനുള്ളിൽ മീഥെയ്ൻ വാഹനത്തിന്റെ അളവ് അപകടകരമായ രീതിയിൽ ഉയർന്നതിനാൽ രക്ഷാപ്രവർത്തനവും വെല്ലുവിളിയായി. ആദ്യഘട്ടത്തിൽ തുരങ്കത്തിനുള്ളിൽ പ്രവേശിച്ച രക്ഷാപ്രവർത്തകർക്ക് കടുത്ത ശ്വാസതടസ്സവും അസ്വസ്ഥതകളും അനുഭവപ്പെട്ടതായാണ് റിപ്പോർട്ട്.
അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ പ്രതി MK റാമിനെ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യും. 2 ദിവസത്തിനകം അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകണം. റാമിനെ കോടതി വിട്ടയച്ചത് നടപടിക്രമങ്ങളിലെ വീഴ്ചയെ തുടർന്നാണെന്നാണ് ആരോപണം. ഏറെ പ്രമാദമായ ഒരു കേസിൽ ആ കേസിലെ തന്നെ ഒന്നാം പ്രതിയെ പിടികൂടുന്നതിൽ ക്രൈംബ്രാഞ്ചിന് വലിയ വീഴ്ചയുണ്ടായിട്ടുണ്ടെന്ന് വേണം ഇന്നലത്തെ സംഭവം വിരൽ ചൂണ്ടുന്നത്. അതായത് റാമിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ സുപ്രീം കോടതിയുടെ നടപടിക്രമങ്ങൾ ഒന്നും പാലിക്കാതെയാണ് അറസ്റ്റെന്ന അഭിഭാഷകൻ കോടതിയെ അറിയിച്ചതോടുകൂടി കോടതി ഇയാളെ വിട്ടയക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. പിന്നീട് അതേ കോടതി വളപ്പിൽ നടന്നത് നാടകീയമായ രംഗങ്ങളാണ്. റാമിനെ വീണ്ടും ക്രൈംബ്രാഞ്ച് സംഘം കസ്റ്റഡിയിലെടുക്കുന്നു. പിന്നീട് ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തിച്ച് 2 ദിവസത്തിനുള്ളിൽ ഹാജരാകണമെന്ന നോട്ടീസ് നൽകി വിട്ടയക്കുന്ന സാഹചര്യമാണ്. ഏതായാലും ഈ കേസിൽ റാം ഒന്നാം പ്രതിയാണ്. 3 മാസത്തിലധികം കാലം ഒളിവിൽ കഴിഞ്ഞ ഒരു പ്രതിയാണ്. ആ പ്രതിയെ പിടികൂടുന്നതിലാണ് ഇത്തരത്തിൽ വലിയ ഒരു വീഴ്ച ക്രൈംബ്രാഞ്ച് സംഘത്തിന്റെ ഭാഗത്തുണ്ടായിട്ടുള്ളത്. ഇന്നലെയാണ് കുടകിൽ നിന്നും റാമിനെ അറസ്റ്റ് ചെയ്യുന്നത്. റാമിനെ പിടികൂടുമ്പോൾ അദ്ദേഹം വേഷം മാറി താടിയൊക്കെ വെച്ച് ആളെ മനസ്സിലാക്കാത്ത രീതിയിലായിരുന്നു ഉണ്ടായിരുന്നതെന്ന് ക്രൈംബ്രാഞ്ച് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. അങ്ങനെ അറസ്റ്റ് ചെയ്ത് ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തിച്ച് മണിക്കൂറുകളോളം ചോദ്യം ചെയ്ത് പിന്നീട് കോടതിയിൽ ഹാജരാക്കുമ്പോൾ പ്രധാനമായും എന്തിനാണ് ഈ അറസ്റ്റ് ചെയ്തത്, റാമിനെതിരെയുള്ള കുറ്റങ്ങൾ എന്തൊക്കെ എന്ന കാര്യം അദ്ദേഹത്തിന് ബോധ്യപ്പെടുത്തിയിട്ടില്ല എന്ന് അഭിഭാഷകൻ ഈ മജിസ്ട്രേറ്റിനെ അറിയിക്കുകയായിരുന്നു. പിന്നീട് മജിസ്ട്രേറ്റ് ഇയാളെ ആ ഒരു കാരണം കൊണ്ട് വിട്ടേക്കുന്ന സാഹചര്യമാണ്. ഏതായാലും നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതി, ആ പ്രതിയാണിപ്പോൾ ഇങ്ങനെ പുറത്തിറങ്ങുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അത് ജാമ്യത്തിലല്ല, കോടതി വിട്ടയക്കുന്ന സാഹചര്യമാണ്. ഇനിയിപ്പോൾ ക്രൈംബ്രാഞ്ചിന് ഈ നോട്ടീസ് നൽകിയ സാഹചര്യത്തിൽ 2 ദിവസത്തിനകം ഈ റാം ക്രൈംബ്രാഞ്ച് സംഘത്തിന് മുന്നിൽ ഹാജരാകും. വീണ്ടും മൊഴി രേഖപ്പെടുത്തേണ്ടി വരും, കാര്യങ്ങൾ ബോധ്യപ്പെടുത്തേണ്ടി വരും. അതിനുശേഷമായിരിക്കും കോടതിയിൽ ഇനി ഹാജരാക്കുക. ഏതായാലും ഈ സംഭവത്തിൽ ക്രൈംബ്രാഞ്ചിനെതിരെ വലിയ പ്രതിഷേധം ഈ കുടുംബം ഉയർത്തുന്നുണ്ട്. നേരത്തെ തന്നെ ലോക്കൽ പോലീസ് ഇത് ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ്, അങ്ങനെ ഈ കേസ് അവസാനിപ്പിക്കാനുള്ള ഒരു നീക്കം നടന്നിരുന്നു. അതിനെതിരെ കുടുംബം വലിയ പ്രതിഷേധവുമായി രംഗത്തെത്തി. വിവിധ രാഷ്ട്രീയ പാർട്ടികൾ വലിയ പ്രതിഷേധവുമായി രംഗത്തെത്തി. അതോടുകൂടിയാണ് ഈ അന്വേഷണം ഏപ്രിൽ 30 ക്രൈംബ്രാഞ്ച് സംഘത്തെ ഏൽപ്പിക്കുന്നത്. ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക സംഘം ആന്ധ്രയിലും തമിഴ്നാട്ടിലും കർണാടകത്തിലും ഒക്കെയായി തെരച്ചിൽ നടത്തിയെങ്കിലും റാമിനെ പിടികൂടാൻ സാധിച്ചിരുന്നില്ല. പിന്നീട് ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കുടകിൽ നിന്നാണ് റാമിനെ കസ്റ്റഡിയിലെടുക്കുന്നത്. ആ കസ്റ്റഡിയിലെടുക്കുന്ന സമയത്ത് സുപ്രീം കോടതിയുടെ ഒരു നടപടിക്രമങ്ങളും പാലിച്ചില്ല എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. ഏതായാലും ഇത് ക്രൈംബ്രാഞ്ചിനെ സംബന്ധിച്ചിടത്തോളം നാണക്കേടായ ഒരു സംഭവം മാറിയിട്ടുണ്ട്. ഈ കേസിൽ ഒന്നാം പ്രതി ഡോക്ടർ റാമാണ്, 2ാം പ്രതി സംഗീത നമ്പ്യാറാണ്. സംഗീത നമ്പ്യാർക്ക് നേരത്തെ ജാമ്യം ലഭിച്ചിരുന്നു. റാമിന് കീഴ്ക്കോടതി മുതൽ ഹൈക്കോടതി, സുപ്രീം കോടതി ഈ ജാമ്യം നിഷേധിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അതായത് കൂടുതൽ പരാതികൾ റാമിനെതിരെ വിദ്യാർത്ഥികളിൽ നിന്നുമുണ്ട്. ജാതീയ അധിക്ഷേപം നടത്തി തുടങ്ങി ഒരു അധ്യാപകന്റെ ഭാഗത്തു നിന്നും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകരുത്, അല്ലെങ്കിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞാണ് സുപ്രീം കോടതി പോലും ഇദ്ദേഹത്തിന്റെ ജാമ്യ ഹർജി തള്ളുന്ന സാഹചര്യമുണ്ടായത്. പക്ഷെ അപ്പോഴും ഇദ്ദേഹത്തിന് കൃത്യമായ കാരണങ്ങൾ ബോധ്യപ്പെടുത്തി വേണം അറസ്റ്റ് ചെയ്യാനെന്ന് സുപ്രീം കോടതി നിർദ്ദേശം നൽകിയിരുന്നു. ആ നിർദ്ദേശമാണ് ക്രൈംബ്രാഞ്ച് പാലിക്കാതെ ഉള്ള ഒരു അറസ്റ്റ് നടത്തിയത്. ഏതായാലും ഇവരുടെ കുടുംബം ഇതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. ബലമായി തന്നെ തള്ളി മാറ്റിയാണ് ഭർത്താവിനെ കസ്റ്റഡിയിലെടുത്തതെന്ന ഭാര്യ ദിൽന, റാമിന്റെ ഭാര്യ ദിൽന ആരോപിക്കുന്ന സാഹചര്യം ഉണ്ടായി. അഭിഭാഷകരും ഒക്കെ ഉള്ള സമയത്തായിരുന്നു ഇങ്ങനെ റാമിനെ ബലമായി പിടിച്ചുകൊണ്ടുപോയത്. ഏതായാലും ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തിച്ച് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി നോട്ടീസ് നൽകി ഒരു വിട്ടയക്കുന്ന സാഹചര്യമാണ് ഇന്നലെ രാത്രി കണ്ടത്. ഏതായാലും ഇനി ഇന്നോ നാളെയോ വീണ്ടും ഡോക്ടർ റാം ഇതേ ക്രൈംബ്രാഞ്ച് സംഘത്തിന് മുന്നിൽ ഹാജരാകും, മൊഴി രേഖപ്പെടുത്തും. മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷം കോടതിയിൽ ഹാജരാക്കും. ഇനി കോടതി ഇതിൽ എന്ത് നടപടി സ്വീകരിക്കുന്നതെന്നാണ് ഏറ്റവും പ്രധാനം. ഇദ്ദേഹത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിടുമോ അതല്ല കോടതിയിൽ നിന്നും ജാമ്യം നൽകി വിട്ടയക്കുമെന്നതാണ് ഏറ്റവും പ്രധാനം. ഏതായാലും പോലീസ് ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിന് കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് അപേക്ഷ നൽകുമെന്നാണ് നേരത്തെ തന്നെ അറിയിച്ചിട്ടുള്ളത്. അത്തരം നടപടികളിലേക്ക് പോലീസും കടക്കും. ഏതായാലും ഈ സംഭവത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതിയാണ്. ആ പ്രതിയെ പിടികൂടുന്നതിലാണ് ഇത്തരത്തിൽ ക്രൈംബ്രാഞ്ച് സംഘത്തിന്റെ ഭാഗത്തു നിന്നും വീഴ്ച സംഭവിച്ചിട്ടുള്ളത്. കുടുംബം വലിയ പ്രതിഷേധവുമായി രംഗത്ത് വരുന്ന സാഹചര്യമുണ്ട്. ഇന്നലെ തന്നെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയെ കുടുംബം നേരിട്ട് കണ്ടിരുന്നു. ഈ കേസിൽ അന്വേഷണം കൃത്യമായി വേണം, കൂടുതൽ ആളുകൾ, അതായത്
ഈ നിതിനെ ഈ പ്രിൻസിപ്പലിന്റെ മുറിയിൽ നിന്നും മാനസിക സമ്മർദ്ദത്തിനിടയാക്കിയ ആളുകൾക്കെതിരെയും കേസെടുക്കണം, മുഴുവൻ പേർക്കെതിരെയും കേസെടുക്കണമെന്നൊരു ആവശ്യം അവർ ഉന്നയിച്ചിട്ടുണ്ട്. ഏതായാലും ഏപ്രിൽ 10-നാണ് അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിലെ 3-ാം നിലയിലെ കെട്ടിടത്തിൽ നിന്നും ചാടി നിതിൻ രാജ് ജീവനൊടുക്കുന്നത്. അതിനുശേഷം മാസങ്ങൾക്ക് ശേഷമാണ് ആ കേസിലെ ഒരു 1-ാം പ്രതിയെ പിടികൂടുന്നത്. ഇതിൽ ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട് 4 പേരെ നോയിഡയിൽ നിന്നും നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. മറ്റ് ഒരു തരത്തിലുള്ള അന്വേഷണവും മുന്നോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് റാമിനെ പിടികൂടാൻ ആന്ധ്രാപ്രദേശിലൊക്കെ ക്രൈംബ്രാഞ്ച് സംഘം നേരത്തെ പോയിരുന്നെങ്കിലും അവിടെ ഒരു പ്രാദേശിക പാർട്ടിയുടെ സഹായം റാമിന് ലഭിച്ചിട്ടുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. ഇയാൾ ഫോൺ ഈ ഒരു കാലയളവിൽ ഒന്നും ഉപയോഗിച്ചു വരുന്നില്ല. അത് വലിയ വെല്ലുവിളി അന്വേഷണത്തിന് ഉണ്ടായി, ഈ റാമിനെ പിടികൂടുന്നതിലുണ്ടായി. പിന്നീട് ഇപ്പോൾ കർണാടകയിലേക്ക് കടന്ന റാം കുടകിൽ നിന്നാണ് പിടിയിലാകുന്നത്. അവിടെ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിലാണ് പിടിയിലായെന്നാണ് ക്രൈംബ്രാഞ്ച് സംഘം വ്യക്തമാക്കുന്നത്. പക്ഷേ കോടതിയിൽ ഹാജരാകാനായി എത്തുന്നതിനിടയിലാണ് തന്നെ അറസ്റ്റ് ചെയ്തതെന്ന റാമിന്റെ അഭിഭാഷകനും റാമും ഇത്തരത്തിൽ പറയുന്ന സാഹചര്യമുണ്ട്. ഏതായാലും ഈ കേസിൽ ഇനി വളരെ നിർണായകമാവുക റാം വീണ്ടും ക്രൈംബ്രാഞ്ചിന് മുന്നിൽ ഹാജരായി കോടതിയിൽ ഹാജരാക്കുന്നതിന് ശേഷം കോടതി ഇതിൽ എന്ത് നടപടി സ്വീകരിക്കുന്നു എന്നത് തന്നെയാണ്. അത് ഏതായാലും നാളെ ആയിരിക്കും റാം ഹാജരാവുക. മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷം നാളെ ഉച്ചയോടുകൂടി തന്നെ വീണ്ടും അതേ കോടതിയിൽ, തലശ്ശേരിയിലെ ഇന്നലെ ഹാജരാക്കിയ അതേ കോടതിയിൽ തന്നെ റാമിനെ ഹാജരാക്കാനാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് സംഘം തീരുമാനിച്ചിട്ടുള്ളത്. എം കെ റാമിന്റെ അറസ്റ്റ് വൈകിയതിൽ ഉത്തരമേഖല IG-യോട് വിശദീകരണം ചോദിച്ചതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. അന്വേഷണത്തിന് പുതിയ സംഘത്തെ നിയോഗിച്ചെന്നും അജിത ബീഗം മേൽനോട്ടം വഹിക്കും എന്നും അദ്ദേഹം പറയുന്നു. നിലവിലെ അന്വേഷണത്തിൽ കുടുംബത്തിന് തൃപ്തിയില്ലെന്ന പരാതിയെ തുടർന്നാണ് പുതിയ അന്വേഷണ സംഘമെന്നും ചെന്നിത്തല പറഞ്ഞു. പുതിയൊരു അന്വേഷണ സംഘത്തെ നിയോഗിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇന്നലെ അതിന് ഉത്തരവ് കൊടുത്തിട്ടുണ്ട്. അജിത ബീഗത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘമായിരിക്കും ഇതിനെ അന്വേഷിക്കാൻ പോകുന്നത്. അതിനുള്ള നിർദ്ദേശം കൊടുത്തു. വീണ്ടും കസ്റ്റഡിയിലെടുക്കുന്ന സാഹചര്യം, കോടതിയിൽ നിന്ന് വിട്ടയച്ച ശേഷം വീണ്ടും കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോകുന്നു, പിന്നീട് മറ്റിടത്ത് കൊണ്ട് വിട്ടയക്കുന്നു. അല്ല, അതിനെപ്പറ്റി അദ്ദേഹം പറഞ്ഞ റിപ്പോർട്ട് ഞാൻ ചോദിച്ചിട്ടുണ്ട്, എന്താ സംഭവിച്ചതെന്നുള്ളത് ഉത്തരമേഖല IG-യോട് റിപ്പോർട്ട് ചോദിച്ചു. വളരെ വൈകിയാണ് അറസ്റ്റ് ഉണ്ടായത്. കോടതി അടക്കം വലിയ പ്രശ്നം ചൂണ്ടിക്കാട്ടിയിട്ട് അല്ല, അതിനകത്ത് ജാഗ്രത കുറവൊന്നുമില്ല. പോലീസ് പരമാവധി അതിനെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചിരുന്നു. ഫോൺ കോളുകൾ പരിശോധിച്ചിരുന്നു. വളരെ ശക്തമായി തന്നെ അവര് അന്വേഷിച്ചിരുന്നു. പ്രോസിക്യൂട്ടറെ അറിയിച്ചില്ലെന്ന് പറയുന്നുണ്ടല്ലോ. അല്ല, അതെന്താണ് സംഭവിച്ചതെന്നുള്ളത് ഞാൻ റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട്. പാലാ നഗരസഭയിൽ UDF ഭരണം വീണു. കോൺഗ്രസ് സഹകരണത്തോടെ LDF-ന്റെ അവിശ്വാസ പ്രമേയം പാസായി. 4 കോൺഗ്രസ് കൌൺസിലർമാർ പിന്തുണ നൽകിയതോടെയാണ് UDF ഭരണം വീണത്. കോൺഗ്രസ് വിമതയായി മത്സരിച്ച് ജയിച്ച മായ രാഹുലും അവിശ്വാസത്തെ പിന്തുണച്ചു. പാലായിൽ കോൺഗ്രസ് കേരള കോൺഗ്രസ് M ഭരണം വരാനാണ് സാധ്യത. കോൺഗ്രസ് അധികാരത്തിലെത്തുമെന്ന് കക്ഷി നേതാവ് ടോണി തൈപ്പറമ്പിൽ പറഞ്ഞു. കോൺഗ്രസിനെ പിന്തുണയ്ക്കുമെന്ന് ബിജു പാലുപടവൻ പ്രതികരിച്ചു. ഞങ്ങൾ വിപ്പുകൾ കയറ്റിട്ടില്ല, പിന്നെ ഞങ്ങൾ ഒപ്പിട്ടിട്ടില്ല. സെക്രട്ടറിക്ക് കൊടുത്ത കിടത്തിനകത്ത് ഞങ്ങൾ ഒപ്പിട്ട് കൊടുത്ത ഒരു കത്തും കൊടുത്തിട്ടില്ല. പിന്നെ ഞങ്ങളുടെ വികാരം ഇത് കോൺഗ്രസിന്റെ വികാരമാണ്, പാലാ നഗരസഭയുടെ വികാരമാണ്. പാലായിലെ ഓരോ UDF പ്രവർത്തകർ ചോരയും നീരുമാക്കി സ്വതന്ത്ര മുന്നണിക്ക് പിന്തുണ കൊടുത്തപ്പോൾ അവിടെ പോലും സ്ഥാനാർത്ഥി നിർത്താതെ ഞങ്ങൾ നിർത്തിയപ്പോൾ അവർ ആദ്യം എന്താ കാണിച്ചത്? LDF അവിശ്വത്ത് വിട്ട് കൂട്ടുകെട്ടുണ്ടാക്കാനാണ് ശ്രമിച്ചത്. അവർ എല്ലാ രീതിയിലും അവിശ്വത്ത് കൂട്ടുണ്ട്. ഇങ്ങനെയുള്ള ഒരു പ്രവർത്തകരാണ് UDF പ്രവർത്തകർ. UDF-ന്റെ ചെയർമാൻ ഒരു കാര്യം പറയാം. അല്ല, ഒരാൾ പറയുവാണെങ്കിൽ മറുപടി പറയാം. അല്ല, കേരള കോൺഗ്രസ് എമ്മുമായിട്ട് ഇതൊന്നും അത് ചിന്തയില്ലല്ലോ. ഇപ്പൊ അവിശ്വാസമാണ് പാസ്സാക്കിയത്. അവിശ്വാസം പാസ്സാക്കിയത് UDF പാലാ നിയന്ത്രണത്തിലെ കോൺഗ്രസിന്റെ പ്രവർത്തകരാണ്. അവിശ്വാസം മണ്ഡലം കമ്മിറ്റിയാണ് പ്രമേയം പാസ്സാക്കിയത്. അപ്പം കോൺഗ്രസിന്റെ മണ്ഡലം കമ്മിറ്റിയിലെ പൊതുവികാരം, ഐക്യകണ്ഠമായിട്ടുള്ള ഒരു തീരുമാനമാണ് ഞങ്ങൾ ഇവിടെ അവതരിപ്പിച്ച പൊതുവികാരം. നമ്മള് നഗരസഭയുടെ ഗുണത്തിന് വേണ്ടി സഹകരിക്കാൻ അവരുമായിട്ട് ചേർന്ന് സഹകരിക്കും നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഈ 5-6 പേരുമായിട്ട് സഹകരിക്കാൻ തയ്യാറാണ്, ഉറപ്പായിട്ടും തയ്യാറാണ്. അപ്പൊ ഇനി ഭരണസ്തംഭനം ഉണ്ടാവില്ല. ഭരണസ്തംഭനം ഉണ്ടാകില്ല, അതാണ് എന്റെ പ്രധാനപ്പെട്ടത്. പക്ഷെ അത് ഫലത്തിലൊരു കേരള കോൺഗ്രസ് കോൺഗ്രസ് സഹകരണമായി വ്യാഖ്യാനിക്കപ്പെടില്ലേ? വ്യാഖ്യാനിക്കാൻ പറ്റിയല്ലോ. ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചല്ലോ, ഇതൊരു നീതിക്ക് വേണ്ടി പോരാട്ടമാണ്. ആ നീതിക്ക് വേണ്ടി നിന്നവരുമായിട്ട് സഹകരിക്കുന്നതിന്റെ പ്രശ്നമായിരിക്കുന്നു. ജി ശ്രീജിത്തുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. ശ്രീജിത്ത്, രാജ്യത്തെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ നഗരസഭാ അധ്യക്ഷയായിരുന്നു ദിയ പുൽക്കക്കണ്ടം. 6 മാസം പിന്നിടുമ്പോഴാണ് ആ ഭരണം വീണിരിക്കുന്നത്. വിപ്പ് ലംഘിച്ച് അവിടെ എത്തി ഭരണം അട്ടിമറിക്കാൻ കോൺഗ്രസ് അംഗങ്ങളെ ഉൾപ്പെടെ പ്രേരിപ്പിച്ച ഘടകം എന്തൊക്കെയാണ്? എന്താണ് ഇനി അടുത്ത ഭരണം സംബന്ധിച്ച് ലഭ്യമാകുന്ന വിവരങ്ങൾ?
ഘടകങ്ങളെല്ലാം വളരെ ചെറുതാണ്. ഒരുപക്ഷെ ചർച്ച ചെയ്താൽ ഇപ്പോൾ ബസ് സ്റ്റാൻഡിൽ ഡിവൈഎഫ്ഐ സമ്മേളനത്തിന് അനുമതി കൊടുത്തത്, ഓട്ടോ സ്റ്റാൻഡ് വന്നത്, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ വിഷയങ്ങളാണ്. പക്ഷെ അതൊരു ഭരണം വീഴുന്ന തരത്തിലുള്ള നിലയിലേക്ക് കാര്യങ്ങൾ എത്തി എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. അത് ഇതിനുള്ളിലെ ഉൾപാർട്ടി രാഷ്ട്രീയം, ചെറിയ ചെറിയ വ്യക്തിപരമായ തർക്കങ്ങളൊക്കെ തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ഇനി സംഭവിക്കാൻ പോകുന്നത് അതൊരു കേരള കോൺഗ്രസ് എം കോൺഗ്രസ് ഭരണമായി ഫലത്തിൽ മാറുന്നു എന്നുള്ളതാണ് ഈ നേതാക്കളുടെ, നഗരസഭയിലെ നേതാക്കളുടെ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് കോൺഗ്രസിന്റെ നഗരസഭയിലെ കക്ഷി നേതാവ് ടോണി തൈപ്പറമ്പൻ ചൂണ്ടിക്കാണിച്ചത് കോൺഗ്രസ് അധികാരത്തിൽ വരും എന്ന് തന്നെയാണ്. അത് പാർട്ടി ചിഹ്നത്തിലുള്ളവർ തന്നെ എത്തുമെന്ന് ഫലത്തിൽ ഇപ്പുറത്ത് ബിജു മാത്യൂസും കോൺഗ്രസിന്റെ അംഗം തന്നെ പറയുന്നു. തൊട്ടിപ്പുറത്ത് നേരത്തെ കണ്ട ബിജു പാലുപ്പടവന്റെ ചോദ്യം, അത് കോൺഗ്രസുമായിട്ടുള്ള ഒരു സഖ്യമെന്ന് പറയുന്നില്ല, പക്ഷേ ഈ 5-6 പേർ നഗരസഭയിൽ സത്യത്തിന് വേണ്ടി നിലകൊണ്ടവരാണ് എന്ന് പറയുന്നു. പക്ഷെ നമുക്ക് ആകെ വായിക്കാൻ കഴിയുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ, അത് ഈ ഭരണമാണ്. എന്തായാലും ബിജു പുളിക്കകണ്ടവും ഒപ്പം തന്നെ ഈ ബിനു പുളിക്കകണ്ടവും അവർ പുറത്തേക്ക് വരികയാണ്. അവർ മാധ്യമങ്ങളെ കാണുകയാണ്. എന്തായാലും നമുക്ക് അവരുടെ ഒരു പ്രതികരണത്തിലേക്ക് പോകാമെന്ന് കരുതുകയാണ്. ബിനുവും ബിജുവും ഒപ്പം തന്നെ ദിയയും എല്ലാം ഉണ്ട്, മറ്റ് ചില കൗൺസിലർമാരും ഉണ്ട്. എന്തായാലും അവരുടെ ഇക്കാര്യത്തിലെ പ്രതികരണം എന്ത് എന്നുള്ളതാണ് ഇനി വളരെ പ്രധാനമായി ഉയർന്ന് വരാൻ സാധ്യതയുള്ളത്. ദിയ ഇവിടെയുണ്ട്, ഒപ്പം തന്നെ ബിനു ഉൾപ്പെടെയുള്ളവരും ഉണ്ട്. നമുക്ക് എന്തായാലും വളരെ വേഗത്തിൽ തന്നെ ആ പ്രതികരണം ഉണ്ടാകും. എന്തായാലും നഗരസഭയിലൊരു വലിയ അട്ടിമറി നടക്കുമ്പോൾ അത് സംസ്ഥാന രാഷ്ട്രീയത്തിൽ കൂടി പ്രതിഫലിക്കുന്ന ചില നീക്കങ്ങളാണ് ഉണ്ടാകുന്നത്. ഇടതുമുന്നണിയിലുള്ള ഒരു ഘടകകക്ഷിയാണ് കേരള കോൺഗ്രസ് എം. ആ കേരള കോൺഗ്രസ് എം തൊട്ടിപ്പുറത്ത് കോൺഗ്രസുമായി സഹകരിക്കുമ്പോൾ ഇടതുമുന്നണി നേതൃത്വത്തിന്റെ നിലപാട് എന്ത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനുമപ്പുറം ഈ CPM സ്വതന്ത്ര അംഗങ്ങളാണുള്ളത്, എന്നിരുന്നാൽ തന്നെയും അവരും ഇതിനെ പിന്തുണയ്ക്കുമോ എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തായാലും ഭരണം വീണതിന് തൊട്ട് പിന്നാലെ ഉള്ള ഈ നേതാക്കളുടെ പ്രതികരണങ്ങൾ നമ്മൾ കണ്ടതാണ്. അതിന് പിന്നാലെ ഇപ്പോൾ ദിയ വളരെ സന്തോഷവതിയായാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. പക്ഷേ അവരുടെ പ്രതികരണം എന്ത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായി കാണേണ്ടത്. രേണുക, തീർച്ചയായും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതികരണമാണ് അവിടെ നിന്ന് വരാൻ പോകുന്നത്. ദിയ പുളിക്കക്കണ്ടം, ഒപ്പം തന്നെ ബിജുവും ഒപ്പം അദ്ദേഹത്തിന്റെ സഹോദരനും ഇപ്പോൾ മാധ്യമങ്ങളെ കാണും. എന്താണ് നഗരസഭയിൽ സംഭവിച്ചത്, അതിൻ്റെയൊക്കെയുള്ള അവരുടെ പ്രതികരണം നൽകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. വലിയൊരു ഭരണമാറ്റത്തിന് കൂടി അവിടം വേദിയാകുന്നു എന്ന് മനസ്സിലാക്കുകയാണ്. കേരള കോൺഗ്രസ് എമ്മിന്റെ സഹകരണത്തോടു കൂടി പുതിയ ഭരണസമിതി ഉണ്ടാകാനുള്ളൊരു സാധ്യത ഉടലെടുക്കുന്നു എന്ന വിവരങ്ങൾ കൂടി വരുന്നുണ്ട്. ആ ഘട്ടത്തിൽ കൂടിയാണ് ഇപ്പോൾ ദിയ പുളിക്കക്കണ്ടം മാധ്യമങ്ങളെ കാണാൻ പോകുന്നത്. പുളിക്കക്കണ്ടം ഫാമിലിക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത് എന്ന് കേൾക്കാം. എന്തായാലും വളരെ നിസ്സാരമായ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഈ ഭരണം താഴെ ഇറക്കുന്നതിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ അത് വ്യക്തിപരമായ കാര്യങ്ങൾ എന്നൊക്കെ തന്നെ നമുക്ക് തോന്നുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ഈ വിപ്പ് ലംഘിച്ച് അവിടെ എത്തി വോട്ട് ചെയ്യാൻ പ്രേരിപ്പിച്ച ഘടകങ്ങളായി കോൺഗ്രസിന്റെ തന്നെ അംഗങ്ങൾ പറയുന്നത്. എന്തായാലും കോൺഗ്രസ് ഭരണം അവസാനിക്കില്ല എന്നുമൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത് പാലാ നഗരസഭയിൽ എന്ന വലിയ ഒരു ചോദ്യം മുന്നിലുണ്ട്. ഇപ്പോൾ എന്തായാലും ദിയ പുളിക്കക്കണ്ടം നേതൃത്വം നൽകുന്ന ഭരണസമിതിക്ക് ഭരണം നഷ്ടപ്പെട്ടിരിക്കുന്നു. അവിശ്വാസ പ്രമേയം LDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസ്സായതോടു കൂടിയാണ് ദിയ പുളിക്കക്കണ്ടത്തിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി വീണിരിക്കുന്നത്. ഇപ്പോൾ അല്പസമയത്തിനകം അവരുടെ പ്രതികരണം ഈ വിഷയത്തിൽ വരും. ശ്രീജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ദിയയുടെ ബോഡി ലാംഗ്വേജ് വളരെ സാധാരണമാണ്. ചിരിച്ച് മാധ്യമങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്നുണ്ട് ദിയ. ആദ്യം അധികാരത്തിലെത്തുമ്പോൾ നമ്മൾ തിരുവനന്തപുരം കോർപ്പറേഷനുമായി ഒരു കമ്പാരിസണൊക്കെ അക്കാര്യത്തിൽ ഉണ്ടായിരുന്നു, ആര്യ രാജേന്ദ്രനുമായി. അത്തരം വീഴ്ചകൾ ഉണ്ടാകില്ല എന്നതായിരുന്നു ദിയ നൽകിയ ഉറപ്പ്. അതൊക്കെ പാഠമാണെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ 6 മാസം തികയ്ക്കാൻ കഴിഞ്ഞില്ല എന്ന ഒരു സാഹചര്യത്തെ എങ്ങനെ കാണാം? ദിയ ഇപ്പോൾ മാധ്യമങ്ങളെ കാണും. അതെ, തീർച്ചയായിട്ടും അംഗീകരിക്കും. ഇതൊരു ജനാധിപത്യമായിട്ടുള്ളൊരു വിധിയാണ്, തീർച്ചയായിട്ടും അംഗീകരിക്കുന്നു.
പ്രതീക്ഷിച്ചിരുന്നത് ഞങ്ങൾ UDF-നെയാണ് സപ്പോർട്ട് ചെയ്തത്. UDF പറഞ്ഞതാണ് ഇതുവരെ കേട്ടിട്ടുള്ളൂ, ഇനി അങ്ങനെ കേൾക്കുന്നുള്ളൂ. അപ്പം UDF നേതൃത്വം ഉള്ള അനുസരിച്ചാണ് ഞങ്ങൾ ഇതുവരെ പോയത്. അപ്പം അവരുടെ തീരുമാനം വരുമെന്നാണ് വിചാരിച്ചിരുന്നത്, പക്ഷേ അങ്ങനെയല്ല വന്നത്. തീർച്ചയായിട്ടും ഞങ്ങളുടെ കൂടെയുള്ള കൗൺസിലേഴ്സ് ഇവരെല്ലാം UDF പറഞ്ഞ് കേട്ടല്ലേ, ഞങ്ങൾ പറഞ്ഞ് കേട്ടല്ലേ, നേതൃത്വം പറഞ്ഞ് അംഗീകരിച്ച് വന്നവരാണ് ഇവരെല്ലാവരും. എനിക്കറിയില്ല, നേതൃത്വം പറഞ്ഞ് അനുസരിക്കാതെ എന്ന് പറഞ്ഞാൽ അത് വിപ്പ് ലംഘിച്ചാണ് കുറച്ച് കൗൺസിലേഴ്സ് പോയത്. അവരോട് തന്നെ ചോദിക്കണമായിരിക്കും. ഇല്ല, ഞാൻ പറയില്ല, നേതൃത്വം എപ്പോഴും ഞങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ UDF-ന്റെ ബാക്കിംഗ് എപ്പോഴും എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ എന്താ പറയുക, കൗൺസിലറായിട്ട് വന്ന ചെയർപേഴ്സൺ ഒരു വലിയ ഭാഗ്യം ലഭിച്ച ഒരാളാണ്. എനിക്ക് അവസരം ഉണ്ടാക്കി തന്നതും UDF ആണ്, അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വമാണ്. അപ്പോൾ ആ ഒരു എന്താ പറയുക കടപ്പാട് എനിക്ക് എപ്പോഴും അവരോട് കാണും. എന്ന് വെച്ചാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുകയാണെങ്കിൽ ചെയർപേഴ്സൺ എന്നതിൽ ഈ 6 മാസം ഒരു രീതിയിലുള്ള അഴിമതിയോ സ്വജനപക്ഷപാതമോ അല്ലെങ്കിൽ കൈക്കൂലിയോ പിൻവാതിൽ നിയമനമോ അല്ലെങ്കിൽ ഒരു എന്താ പറയുന്നത് ലോ തെറ്റിച്ചു അങ്ങനത്തെ ഒരു ആരോപണം പോലും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. അതിന് ഞാൻ വളരെ പ്രൗഡായിട്ട് അഭിമാനത്തോട് തന്നെ പറയാം. ഞാനിപ്പോൾ സ്റ്റെപ്പ് ഡൗൺ ചെയ്യുന്നത് ആ ഒരു ആത്മവിശ്വാസത്തോടെയാണ്. ജനങ്ങൾക്ക് വേണ്ടിയെല്ലാം നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു പൊസിഷനോട് കൂറു പുലർത്താൻ സാധിച്ചിട്ടെന്നുള്ള ഉറപ്പോടെയാണ് ഞാൻ പോകുന്നത്. ബാക്കിയുള്ള അടിസ്ഥാനരഹിതമായിട്ടുള്ള കാര്യങ്ങൾക്കൊന്നും ഞാനിപ്പോൾ മറുപടി നൽകുന്നില്ല. എല്ലാം ഒരു രാഷ്ട്രീയ കളിയാണ്. സ്വാഭാവികമായിട്ട് ഇപ്പം നിങ്ങൾ എതിർത്തിരിക്കുന്ന 4 കോൺഗ്രസിന്റെ കൗൺസിലർമാരും മായ രാഹുലും നഗരസഭ ഉപാധ്യക്ഷയാണ്. അവരുടെ നീക്കം എന്തായിരിക്കും? അവര് ഈ കേരള കോൺഗ്രസുമായിട്ട് ചേർന്ന് ഒരു ഭരണം നടത്താനുള്ള ഒരു നീക്കമാണോ? അയ്യോ, എനിക്ക് അറിയില്ല. കാരണം ഞാൻ അതിന്റെ ഭാഗമായി അല്ല. അവരുടേതായിട്ടുള്ള തീരുമാനങ്ങൾ അവരോട് തന്നെ ചോദിക്കണമായിരിക്കും. മുന്നോട്ട് തീർച്ചയായിട്ടും ഞാനൊരു കൗൺസിലറാണ്, 5 വർഷത്തേക്ക് ഒരു കൗൺസിലറാണ്. അത് നല്ല രീതിയിൽ മുന്നോട്ട് പോകണം. തീർച്ചയായിട്ടും എൻ്റെ പഠനം കണ്ടിന്യൂ ചെയ്യണം, എക്സാം ഒക്കെ എഴുതണം. അപ്പോൾ അങ്ങനത്തെ പ്ലാൻസ് ഒക്കെയാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഒരാള് റെസ്റ്റിലാണ്. അതായത് കോൺഗ്രസ് ഞങ്ങളെ സംബന്ധിച്ച് ഇത് രാഷ്ട്രീയത്തെ രാഷ്ട്രീയപരമായിട്ടാണ് കാണുന്നത്. ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൊണ്ടുവന്ന ഒരു അവിശ്വാസ പ്രമേയമാണ്. UDF ചെയർപേഴ്സൺ ടിയാബിനു പുളിക്കണ്ട കഴിഞ്ഞ 8 മാസക്കാലമായി ചെയർപേഴ്സണായിട്ടിരുന്നത് സ്വതന്ത്ര കൂട്ടായ്മയുടെ ചെയർപേഴ്സണായിട്ടല്ല, ഐക്യ ജനാധിപത്യ മുന്നണിയുടെ UDF-ന്റെ ചെയർപേഴ്സണായിട്ടാണ് ഇരുന്നത്. അപ്പോൾ UDF നേതൃത്വം ആണ് ഞങ്ങളോട് ആവശ്യപ്പെട്ടത്, ഞങ്ങളോട് ഈ ഇന്ന് അവിശ്വാസത്തെ ഫേസ് ചെയ്യാൻ പറഞ്ഞത്. UDF നേതൃത്വം വിപ്പ് കൊടുത്തു. അത് കോൺഗ്രസിൻ്റെ 2 കൗൺസിലർമാരും ജോസഫ് ഗ്രൂപ്പിൻ്റെ 3 കൗൺസിലർമാരും KDP-യുടെ ഒരു കൗൺസിലറും ഞങ്ങൾ 3 സ്വതന്ത്ര കൗൺസിലർമാരും പൂർണ്ണമായി അംഗീകരിച്ചു. അപ്പോൾ ഇത് ഇടതുപക്ഷ ജനാധിപത്യത്തിന് കൊണ്ടുവന്ന അവിശ്വാസത്തെ UDF നേരിട്ടു. കോൺഗ്രസിൻ്റെ വിമതരാണ് ഇതിന് അവിശ്വാസത്തെ അനുകൂലിച്ചു. അല്ല, അതിൻ്റെ അകത്ത് ഒന്ന് പറഞ്ഞോട്ടെ ആ ചോദ്യത്തിൽ തന്നെ ഉത്തരവുണ്ടല്ലോ. കാരണം കോൺഗ്രസിന്റെ വിപ്പ് കൊടുത്ത് അംഗീകരിക്കുന്നവരാണോ അംഗീകരിക്കാത്തവരാണോ വിമതർ? ആ ചോദ്യത്തിൽ തന്നെ ഉത്തരവല്ലേ. ഒരു പ്രസ്ഥാനത്തിലും ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം ഒത്തിരി കഴിഞ്ഞ 25 വർഷമായി കൗൺസിലറാണ്. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ വിപ്പ് കൊടുക്കുന്നതാരാണ്? അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നയങ്ങൾ പ്രഖ്യാപിക്കേണ്ടതാരാണ്? അതിൻ്റെ നേതൃത്വമാണ്. ആ നേതൃത്വം വിപ്പ് കൊടുത്തു. അപ്പോൾ ആ വിപ്പ് കൊടുക്കുമ്പോൾ മറ്റ് പ്രശ്നങ്ങളോ അല്ലെങ്കിൽ തർക്കങ്ങളോ നിങ്ങൾ മുമ്പ് സൂചിപ്പിച്ച വിഷയങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. ഒരു പാർട്ടി അത് വിപ്പ് കൊടുക്കുമ്പോൾ ചിഹ്നം കൊടുത്ത ആളാണ് വിപ്പ് കൊടുക്കുന്നത്. ചിഹ്നം കൊടുത്തുകൊണ്ടല്ലേ കോൺഗ്രസിൻ്റെ കൗൺസിലർമാരും അല്ലെങ്കിൽ ജോസഫ് ഗ്രൂപ്പ് എല്ലാ കൗൺസിലർമാരും ആകുന്നത്. അപ്പോൾ ജോസഫ് ഗ്രൂപ്പിൻ്റെയൊക്കെ ഏറ്റവും ഉന്നതനായ നേതാവ് PJ ജോസഫ് സാറാണ് വിപ്പ് കൊടുത്തിരിക്കുന്നത്. കോൺഗ്രസിന് അതിന് അധികാരപ്പെട്ട ആൾ നാട്ടക സുരേഷാണ്, DCC പ്രസിഡന്റാണ്. അദ്ദേഹം ഇന്നലെ നിങ്ങളോട് മാധ്യമങ്ങളോട് തന്നെ പറഞ്ഞല്ലോ വിപ്പ് കൊടുത്തെന്ന്. അപ്പോൾ താഴേക്കടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം, എല്ലായിടത്തും ഉണ്ടാകാം. പക്ഷേ കോൺഗ്രസിൻ്റെ ഔദ്യോഗിക നേതൃത്വം ഒഫീഷ്യലായിട്ട് അവരുടെ KPCC പ്രസിഡന്റിനെ ഞങ്ങൾക്ക് നേരിട്ടറിയാവുന്നതുകൊണ്ട് തന്നെ പറയുന്നു, ആരാധനായ മുഖ്യമന്ത്രിയുടെയോ ആഭ്യന്തരമന്ത്രിയുടെയും ഒക്കെ ഉൾപ്പെടെയുള്ള നിർദ്ദേശം അനുസരിച്ചാണ് വിപ്പ് നൽകിയതും. അതിന് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്നവരാണ് വിമതര്.
അല്ല, അത് അവർ സംഘടനാപരമായ കാര്യമാണ്, സ്വീകരിക്കുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. അല്ലെങ്കിൽ DCC പ്രസിഡന്റിനെ പോലെ വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു MLA കൂടിയാണ് അദ്ദേഹം പരസ്യമായി മീഡിയയോട് പറഞ്ഞ കാര്യമാണ് കോൺഗ്രസിൻ്റെ കെട്ടുറപ്പിനെയും അതിൻ്റെ സംഘടനാപരമായ രീതികളെക്കുറിച്ചൊക്കെ. അപ്പോൾ തീർച്ചയായും നടപടികളിലേക്ക് പോകുമെന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. അല്ല, എനിക്ക് അതിനെപ്പറ്റി പറയാൻ അറിയത്തില്ല. കാരണം ഇതിൻ്റെ പൊളിറ്റിക്കൽ ഇക്വേഷൻ എന്താണെന്ന് പറയാൻ അറിയത്തില്ല. രാഹുൽ ഗാന്ധിയുടെ ഒപ്പം നിൽക്കുന്നതാണെങ്കിൽ എല്ലാ കോൺഗ്രസ് എന്ന് പറയുന്നത് ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ്. ആയിരിക്കും, ആയിരിക്കും. ചിലപ്പോൾ അങ്ങനെയാണെങ്കിലും ഇനി വരും കാലങ്ങളിലൊന്നും പാലായിൽ തെരഞ്ഞെടുപ്പ് പോലും കാണത്തില്ലായിരിക്കാം. ഞാൻ അത്രയ്ക്ക് പ്രെഡിക്റ്റ് ചെയ്യാനൊരു രാഷ്ട്രീയ പാരമ്പര്യം എനിക്കില്ല. ചിലപ്പോൾ അടുത്ത വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസും എല്ലാം കൂടെ ഒന്നിച്ചാൽ പാലായിൽ തെരഞ്ഞെടുപ്പ് പോലും കാണത്തില്ല. അല്ലെങ്കിൽ നമ്മളെല്ലാവരും ഉള്ളപ്പോൾ നമുക്ക് കാണാം. അതിനെപ്പറ്റി ഇപ്പോൾ പ്രെഡിക്റ്റ് ചെയ്യാൻ ഞാനാണ്. ഞങ്ങൾ മൂന്നെന്ന് പറയാതെ ഞങ്ങൾ സ്വതന്ത്ര കൂട്ടായ്മ ഞങ്ങൾ 9 പേരുണ്ട്. 9 പേര് ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഞങ്ങൾ 9 പേരുണ്ട്. അത് വടംവലിയൊന്നുമല്ല, ശക്തി പരീക്ഷണമല്ല. ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ തീരുമാനം അംഗീകരിച്ചുകൊണ്ട് പോകുന്ന 9 പേര്. ഞങ്ങൾ 9 പേരും. ഞങ്ങൾ UDF അല്ല. അത് സംസാരിക്കും. ചേട്ടാ, ഇത് കോൺഗ്രസിന്റെ അഭിമാനം സംരക്ഷിക്കാനാണ് ഞങ്ങൾ ഈ വോട്ട് ചെയ്തതെന്നാണ് അവർ പറയുന്നത്. ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർത്ത ചോദ്യത്തിനൊപ്പം ഒരു കാര്യം കൂടെ അവർ പറയുന്നത് അവർക്ക് ആർക്കും വിപ്പ് കിട്ടിയില്ല എന്നുള്ളതാണ്. വിപ്പ് കിട്ടിയിരുന്നു? എനിക്ക് വിപ്പ് കിട്ടിയിരുന്നു. ഞാൻ സൈൻ ചെയ്ത് കൊടുക്കുകയും ചെയ്തിരുന്നു. വാട്സാപ്പിലും അയച്ച് കിട്ടിയിരുന്നു. പേപ്പർ മെറ്റീരിയലായിട്ടും കിട്ടിയിരുന്നു. ആ വിപ്പിനനുസരിച്ചാണ് ഞങ്ങൾ നിൽക്കുന്നത്. DCC പ്രസിഡന്റ് നാട്ടം സുരേഷ് MLA തന്ന വിപ്പിനോടനുബന്ധിച്ച് തന്നെയാണ് ഞങ്ങൾ തീരുമാനമെടുക്കുകയും ചെയ്തത്. ഞാനും പ്രിയയും അതിനനുസരിച്ച് നിന്നു. മറ്റുള്ളവർ ആ വിപ്പ് കിട്ടിയില്ല എന്നുള്ളൊരു തൊടി ന്യായം പറഞ്ഞ് വീടുകളിൽ നിന്ന് മാറി നിന്നൊക്കെയാണ് അവരത് ഒഴിവായെന്ന് പറയുന്നു. പക്ഷേ ആ വിപ്പ് ഏത് രീതിയിലാണോ ഇവർക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്നത് അതിനനുസരിച്ചുള്ള നടപടികൾ DCCയിൽ നിന്നും കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഔദ്യോഗികമായിട്ട് തന്നെ. കാരണം നേതൃത്വം പറഞ്ഞിരുന്ന ഒരു കാര്യത്തിലേക്ക് അത് അനുസരിച്ച് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ ഔദ്യോഗികമായിട്ട് ഞാൻ തന്നെ നിൽക്കുന്നതാണ് ഞാൻ പറയുന്നത്. കോൺഗ്രസിന്റെ അഭിമാനം രക്ഷിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ നേതൃത്വം പറയുന്ന ഒരു വിപ്പ് ലംഘിച്ചുകൊണ്ട് പോകുന്നതാണ് കോൺഗ്രസിന്റെ അഭിമാനം രക്ഷിക്കുന്നത്. അതിൻ്റെ അകത്ത് തന്നെ ഞങ്ങൾ അത് എല്ലാവരും കൂടി വിളിച്ചു വരുത്തുകയും ചെയ്തു. ഞാൻ അതിൻ്റെ അകത്ത് വിരുദ്ധാഭിപ്രായം പറഞ്ഞു. പലരും അതിൻ്റെ അകത്ത് വിരുദ്ധാഭിപ്രായം പറഞ്ഞവരുണ്ട്. അത് പൊതുവായ ഒരു കാര്യം വരുമ്പോൾ എല്ലാവരും അതിൻ്റെ അകത്ത് ഒപ്പിടും. പക്ഷെ അത് ഒരു മണ്ഡലം കമ്മിറ്റിക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു മണ്ഡലം കമ്മിറ്റിക്ക് എന്തുകൊണ്ട് പിൻവലിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രമേയം പാസ്സാക്കിക്കൊണ്ട് പോകാൻ പറ്റില്ല. അത് നമുക്ക് DCCയിലേക്കോ മുകളിലുള്ള കമ്മിറ്റികളിലേക്കോ ഒരു നിർദ്ദേശം കൊടുക്കുക. അതിനനുസരിച്ച് ഒരു തീരുമാനം അവർ പറയുന്ന തീരുമാനം വേണം നമ്മൾ എടുക്കാൻ. അതായത് അങ്ങനെ ഒരു തീരുമാനമെടുത്തു. പാർട്ടി വിപ്പ് പറഞ്ഞനുസരിച്ച് കാര്യങ്ങൾ പങ്കെടുത്തില്ല. പക്ഷെ അതിനുശേഷം ഇവിടെ വരുന്നത്, ഈ സ്ഥലത്ത് വരുന്നത്, ഇവരോടൊപ്പം നിൽക്കുന്നത് ഒരു രാഷ്ട്രീയമായ തീരുമാനമാണല്ലോ. അത് UDFന്റെ തീരുമാനമാണ്. ഇത് UDF ആണ് ഇവിടെ വന്ന് നിൽക്കുന്നത്. അല്ലാണ്ട് ഞാനെന്നൊരു വ്യക്തിയോ കോൺഗ്രസിന്റെ ഒരാളോ മാത്രമല്ല, UDF ആണ് ഇവിടെ നിൽക്കുന്നത്. കാരണം ഇത് UDF ഒന്നിച്ച് നിൽക്കുന്നത്. കാരണം വിപ്പിനനുസരിച്ച് നിൽക്കുന്നവരാണ് ഞങ്ങള്. കോൺഗ്രസ് 2 തട്ടിലായില്ലെന്ന് പറയില്ല. കാരണം കോൺഗ്രസ് ഒന്നായിട്ടാണ് നിൽക്കുന്നത്. യഥാർത്ഥ കോൺഗ്രസ്സുകാർ ഒന്നിച്ച് തന്നെ നിൽപ്പുണ്ട്. ഈ പ്രശ്നങ്ങളൊക്കെ തുടങ്ങുന്ന സമയത്ത് ഉൾപ്പെടെ വന്ന ഒരു ആരോപണം എന്ന് പറയുന്നത് കേരള കോൺഗ്രസിന്റെ ഓപ്പറേഷനാണ്. ജോസ് കെ മാണി ഉൾപ്പെടെ അറിഞ്ഞുകൊണ്ട് നടത്തുന്ന ഒരു ചരടുവലിയാണ്. അത് തന്നെയാണോ? അതിനെക്കുറിച്ച് അഭിപ്രായം പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഔദ്യോഗികമായിട്ടുള്ള എന്ത് നിലപാട് സ്വീകരിക്കുന്നുണ്ട്, ഔദ്യോഗികം മുകളിൽ നിന്നുള്ള DCCകളിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ എന്താണോ അതിനനുസരിച്ച് മാത്രമാണ് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വേറൊരു വ്യക്തികളുമായിട്ടോ ഒരു പാർട്ടിയായിട്ടോ ഞാനിതിൻ്റെ ചർച്ച ചെയ്യാൻ പോയിട്ടില്ല. അതുകൊണ്ട് ആരെങ്കിലും ചർച്ച നടത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും എനിക്കറിയാവുന്ന കാര്യങ്ങളുമല്ല. വലിയ രീതിയിൽ വാർഡുകൾക്ക് പണം അനുവദിക്കുന്നതിലൊക്കെ വിവേചനം കാണിച്ചു. ഇതൊക്കെ ശരിയായിരുന്നു? എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞത് ഈ ആരോപണം പൂർണ്ണമായിട്ടും തെറ്റെന്ന് തന്നെ എനിക്ക് പറയേണ്ടി വരും. കാരണം എനിക്ക് അവിടെ 100% എനിക്ക് കിട്ടേണ്ട എല്ലാ കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട്. പണം അനുവദിച്ചതിൻ്റെ അകത്ത് വിവേചനം ഒരിക്കലും പറയാൻ പറ്റത്തില്ല. കാരണം അത് കൃത്യമായിട്ട് എല്ലാവർക്കും ഒരേ പാറ്റേണിൽ തന്നെയാണ് പണം അനുവദിച്ച് പോയിരുന്നത്. പിന്നെ ഏതെങ്കിലും പുതിയ പദ്ധതികളോ കാര്യങ്ങളോ കൂടുതലായിട്ടൊരു വാർഡിലേക്ക് ഉണ്ടെങ്കിൽ അതിന് കൂടുതൽ ഫണ്ടുകൾ ചിലപ്പം വന്നിരിക്കും. അത് മറ്റ് സ്കീമുകളുടെ ആയിരിക്കും വരുന്നത്. മാറി നിൽക്കുന്ന ഇപ്പോൾ വോട്ട് ചെയ്ത കോൺഗ്രസ് കൗൺസിലർമാരുടെ വ്യക്തി താല്പര്യത്തിന് വേണ്ടിയാണോ ചേട്ടനേക്ക് അന്ന് പാർലമെന്റ് പാർട്ടി നേതാവ് മാറ്റിയത്? അതിനെക്കുറിച്ച് ഇപ്പോൾ അഭിപ്രായം പറയാൻ ഞാൻ ആളല്ല. കാരണം അത് നേതൃത്വം തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. ഈ ജോസ് കെ മാണി ഉൾപ്പെടെയുള്ള ആളുകളുടെ ഓപ്പറേഷൻ ഇതിനുണ്ടോ? അല്ല, നമുക്ക് അതൊന്നും രാഷ്ട്രീയപരമായിട്ട് അതിനെപ്പറ്റി ഒരു അഭിപ്രായം ഇപ്പോൾ പറയാൻ സാധിക്കത്തില്ല.
കാരണം നമ്മളെ സംബന്ധിച്ച് അല്ല അത് ഞാൻ പറഞ്ഞത് അല്ല ഒന്നിച്ച് നിൽക്കും, അത് രാഷ്ട്രീയമാണല്ലോ. അത് കോൺഗ്രസിന്റെ ഭരണം ഉണ്ടാവുന്നതാണ്, ഇനി തുടർന്ന് കോൺഗ്രസിന്റെ ഭരണം തന്നെ ആയിരിക്കും. അല്ല, എനിക്ക് തോന്നുന്നത് 4 പേരുള്ള വിമതന്മാർക്കാണോ അതോ 9 പേരുള്ള ഞങ്ങൾക്കാണോ ഭരണം അവർ ഉദ്ദേശിച്ചതും കൂടെ ഒന്ന് വ്യക്തമായിട്ട് പറഞ്ഞാൽ അതിന് മറുപടി പറയാം. ഏതായാലും UDFന്റെ കോൺഗ്രസിന് തന്നെ ഭരിക്കാൻ ഒരു രാഷ്ട്രീയ സാഹചര്യം പാലായിലില്ലല്ലോ. ഇപ്പോൾ അവർ വിമതരായി പുറത്തു പോകുന്നതിന് മുമ്പ് പോലുമില്ല. അപ്പോൾ UDFന്റെ തീരുമാനം ഭരണം പിടിക്കാനാണോ? അങ്ങനെയാണെങ്കിൽ അതിനുള്ള കാര്യങ്ങൾക്ക് UDF നേതൃത്വം കൊടുക്കുന്നവർ എന്ത് ചെയ്താലും അതോടൊപ്പം ഞങ്ങളെല്ലാവരും നിൽക്കും. ചിലപ്പോൾ എനിക്ക് ഇപ്പോൾ ഇന്നുകൊണ്ട് ഇത് നമ്മുടെ സാഹചര്യം മാറിയെന്ന് അറിയത്തില്ല. പാർട്ടി വിപ്പ് ലംഘിക്കുന്നവരാണ് പാർട്ടിയുടെ അഭിമാനം സംരക്ഷിക്കുന്ന പുതിയ നിർവചനം നമ്മളെ സംബന്ധിച്ച് അറിയത്തില്ല. ഞാൻ പഠിച്ചിരിക്കുന്ന രാഷ്ട്രീയം അല്ലെങ്കിൽ ഞങ്ങൾ എല്ലാവരും പഠിച്ചിരിക്കുന്ന രാഷ്ട്രീയം പാർട്ടി തീരുമാനം, മുന്നണി തീരുമാനം അംഗീകരിക്കുന്നവരാണ് പാർട്ടിയുടെ സംരക്ഷകരെന്നാണ് ഞാൻ പഠിച്ചിരിക്കുന്നത്. കാര്യങ്ങളൊക്കെ വരും പൂർണ്ണമായിട്ട് പുളിക്കക്കണ്ട കുടുംബത്തെ അധികാരത്തിൽ മാറ്റി നിർത്താൻ വേണ്ടി നടത്തിയ ഒരു കളികളല്ലേ? പുളിക്കക്കണ്ടത്തിൽ കുടുംബം അധികാരത്തിൽ പൂർണ്ണമായിട്ട് ഉള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ലല്ലോ. ഞങ്ങൾ 3 പേരുണ്ടായി. ഞങ്ങൾക്ക് ഏതെങ്കിലും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഉണ്ടോ? വൈശർമാനുണ്ടോ? സാഹചര്യം വരാൽ ദിയ ചെയർപേഴ്സണായി. അതിൽ കവിഞ്ഞ് പുളിക്കക്കണ്ട കുടുംബത്തിൻ്റെ പറയേണ്ട കാര്യമല്ല. ഞങ്ങൾ 3 ഇൻഡിവിജ്വൽസ്, എൻ്റെ മോളാണെങ്കിലും ഞാനാണെങ്കിലും എൻ്റെ സഹോദരനാണെങ്കിലും ഞങ്ങൾ 3 പേര് വന്നപ്പോഴാണ് UDFന് ഭൂരിപക്ഷം വന്നത്. ഞങ്ങൾ UDFന്റെ പ്ലാറ്റ്ഫോമിലാണ് നിൽക്കുന്നത്. കേരളത്തിലെ ഉന്നത നേതാവ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉൾപ്പെടെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ഉൾപ്പെടെ പാലായിൽ വന്ന് പ്രസംഗിച്ചു. അവർ ഓപ്പണായിട്ട് പറഞ്ഞു UDFന്റെ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ദിയയെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യും. ആ വിശ്വാസവും ആ കരുതലും തന്നെയാണ് ഞങ്ങളുടെ ശക്തി. ഞങ്ങൾ UDF നേതൃത്വത്തെ വിശ്വാസത്തിലെടുത്ത് അവർ ഞങ്ങളെ കഴിഞ്ഞ 7 മാസക്കാലം ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തു. ചരിത്രത്തിൻ്റെ ഭാഗമാകാൻ ദിയയ്ക്ക് സാധിച്ചു. അപ്പോൾ അവരോട് ഞങ്ങൾക്ക് എന്നും കടപ്പെട്ടിരിക്കുകയാണ്, കോൺഗ്രസ് നേതൃത്വത്തോടും UDF നേതൃത്വത്തോടും. പിന്നെ താഴേക്കിടയിൽ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞാൽ അതിനൊന്നും ഞങ്ങൾ മറുപടി പറയുന്നില്ല. UDFന്റെ ഔദ്യോഗിക നേതൃത്വം ഞങ്ങളോട് മാറി നിൽക്കാൻ പറഞ്ഞതിനെ പോലും ഞങ്ങൾ രാജിവെച്ചാണ്. ഈ അവിശ്വാസത്തെ ഫേസ് ചെയ്യാതെ ഞങ്ങളോട് പറഞ്ഞത് കോൺഗ്രസ് നേതൃത്വം, UDF നേതൃത്വം പറഞ്ഞത് അവിശ്വാസത്തെ ഫേസ് ചെയ്യണം. ഇത് രാഷ്ട്രീയമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി രാഷ്ട്രീയപരമായി കൊണ്ടുവന്ന അവിശ്വാസത്തെ നിങ്ങൾ നേരിടണം എന്നാണ് പറഞ്ഞത്. അതനുസരിച്ചാണ് ഞങ്ങൾ നേരിട്ടത്. വീണ്ടും ഒരു ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പ് വരും, എങ്ങനെയായിരിക്കും അതിനെ? അത് നേതൃത്വമല്ല തീരുമാനിക്കേണ്ടത്. ഞങ്ങളെ ഈ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നത് അവർ പറയുന്നത്, ഞാൻ ഏതോ ചാനലിൽ അവരുടെ സ്റ്റേറ്റ്മെന്റ് കണ്ടുന്നു, ഞങ്ങളല്ല ആക്കിയത്. ശരിയാണ്, അവർക്ക് ഇതിൻ്റെ അകത്ത് റോളും ഇല്ലായിരുന്നു, ഞങ്ങൾക്കും റോളില്ലായിരുന്നു. ഇത് UDFന്റെ നേതാക്കന്മാർ, കോൺഗ്രസിന്റെ നേതാക്കന്മാർ, ബഹുമാനപ്പെട്ട PJ ജോസഫ് സാർ ഉൾപ്പെടെയുള്ളവർ, ശ്രീ മാണിസിക്കാപ്പൻ MLA, നമ്മുടെ ഫ്രാൻസിസ് ജോർജ് MP തുടങ്ങിയ നേതാക്കന്മാർ ഒരുമിച്ചിരുന്ന് ആണ് ഈ എഗ്രിമെന്റ് ഉണ്ടാക്കി. ഈ എഗ്രിമെന്റിന്റെ കോപ്പി പോലും ഞാൻ നേരത്തെ പറഞ്ഞു വേറെ കൗൺസിലർമാരുടെ ആരുടെയിലും ഇല്ല, നേതാക്കന്മാരെല്ലാം ഉള്ളത്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് UDF നേതൃത്വം പറയുന്ന നിർദ്ദേശങ്ങൾ അത് നാളുകളിൽ എന്തുമായിക്കോട്ടെ, നിങ്ങൾ പറഞ്ഞ പോലെയുള്ള പിന്തുണ കൊടുക്കണമെന്നോ എന്താ എനിക്കറിയത്തില്ല. അത് കോൺഗ്രസിൻ്റെ വിമതരായി നിൽക്കുന്നവരുടെ അഭിപ്രായമാണോ UDF നേതൃത്വം കേൾക്കുന്നത്, അതോ UDFന്റെ വിപ്പ് അനുസരിച്ച ഞങ്ങളുടെ അഭിപ്രായമാണ് കേൾക്കുന്നതെന്ന് നമുക്കറിയത്തില്ല. ഏതായാലും UDF നേതൃത്വത്തിന്റെ തീരുമാനം അനുസരിച്ച് മാത്രമാണ് ഞങ്ങൾ അവർ പറയുന്നത്. പറഞ്ഞാൽ കോൺഗ്രസിന്റെ പിന്നെ അതായത് നിലവിലുള്ള മായ രാഹുലിനെ ചെയർപേഴ്സൺ ആക്കിക്കൊണ്ട് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഭരണം എന്നുള്ളത് അതിനെ പിന്തുണയ്ക്കുന്നത്. അല്ല, മായ ഉൾപ്പെടെ ഇപ്പം അവർ 5 പേര് UDFന്റെ വിമതരായിട്ടാണല്ലോ ഇന്ന് രംഗത്ത് വന്നത്. 5 പേർക്ക് പാലാ നഗരസഭ ഭരിക്കാൻ പറ്റുമോ? അല്ല, അത് പാർട്ടി UDF നേതൃത്വം പറയണ്ടേ? UDF നേതൃത്വം ഞങ്ങൾക്ക് ചർച്ച ചെയ്യണ്ടേ? ഞങ്ങളിപ്പോൾ ഇപ്പം എനിക്ക് മാത്രം പറയുന്ന കാര്യമാണ്, എൻ്റെ സഹോദരനോ എൻ്റെ മോക്കോ അല്ലെങ്കിൽ ഇവിടെ കൂടിയിരിക്കുന്ന കൗൺസിൽ ഇത് UDF നേതൃത്വം നിർദ്ദേശം തരട്ടെ. അതാ ഞാൻ പറഞ്ഞത്, പുതിയ മുന്നണി വല്ലതും ഉണ്ടോ എന്ന് നമുക്കറിയത്തില്ല. അതാ ഞാൻ പറഞ്ഞു, പാലായിൽ ഒരു പക്ഷേ ഇനി അടുത്ത കാലങ്ങളിൽ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളൊക്കെ അങ്ങനെയായിരിക്കും. കേരള കോൺഗ്രസും CPM കൂടെ കൂടി കോൺഗ്രസ് വിമതരുമായിട്ട് ചേർന്ന് ചിലപ്പോൾ ഒരു സ്ഥാനാർത്ഥിയെ തീരുമാനിക്കും. പക്ഷേ കോൺഗ്രസ് നേതൃത്വം, UDF നേതൃത്വം ഇത് രാഷ്ട്രീയമായിട്ട് കാണാതിരിക്കാൻ പറ്റുമോ? അത് ഉന്നയിച്ചോട്ടെ. അല്ല ഞാൻ ചോദിക്കട്ടെ, ആരോപണമല്ലേ? ആരോപണത്തിൽ എന്താ കുഴപ്പമുള്ളത്? ഞങ്ങൾ ശ്രീ സുരേഷ് ഗോപി ആയിട്ടുള്ള ഞങ്ങളുടെ തികച്ചും വ്യക്തിബന്ധം മാത്രമാണ്. ആ വ്യക്തിബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് BJPയുടെ മെമ്പർഷിപ്പ് ഉണ്ടാവുമോ അല്ലെങ്കിൽ മറ്റു കാര്യം അതൊക്കെ പോകാൻ. ഞാൻ ചോദിക്കട്ടെ, എനിക്ക് പറയാനുണ്ട്. UDFൽ നിന്നും LDFൽ നിന്നും കേരള കോൺഗ്രസ് മാണി വിഭാഗം മാറി നിന്ന ഒരു സാഹചര്യമുണ്ട്. അന്ന് ഇരു മുന്നണിയിലും പെടാതെ നിന്ന സമയത്ത് റബ്ബറിൻ്റെ വിലയിടിവിനെതിരെ കോട്ടയം തിരുനക്കര മൈതാനത്ത് ജോസ് കെ മാണി ഒരു അനിശ്ചിതകാല നിരാഹാരം പ്രഖ്യാപിച്ചു. ആ നിരാഹാരം 1, 2, 3 ദിവസം നീണ്ടുപോയപ്പോൾ ജോസ് കെ മാണിയുടെ പിതാവ് KM മാണി സാർ ആകെ
അസ്വസ്ഥനായി. ആരും ഇടപെടുന്നില്ല. UDF നേതൃത്വവും LDF നേതൃത്വം ഇടപെടാത്ത ഒരു സാഹചര്യത്തിൽ അന്തരിച്ച സാക്ഷാൽ മാണി സാർ എന്നെ വിളിച്ചിട്ടുണ്ട്. എന്നെ വിളിച്ചിട്ട് പറഞ്ഞത്, ബിജു എങ്ങനെ ഈ സമരം അറിയാമല്ലോ, അവൻ ഭക്ഷണം കഴിക്കാതിരിക്കുക, എനിക്ക് കിടന്നുറങ്ങാൻ പറ്റുന്നില്ല, എനിക്കും കുട്ടിയമ്മയ്ക്കും ആകെ വിഷമമാണ്, അപ്പോൾ ബിജു എങ്ങനെയെങ്കിലും ഇടപെടണം. സുരേഷ് ഗോപി അന്ന് അദ്ദേഹം രാജ്യസഭാ MP യാണ്. സുരേഷ് ഗോപിയെ എങ്ങനെയെങ്കിലും നമ്മുടെ തിരുനക്കര മൈതാനത്ത് എത്തിക്കണമെന്ന് എന്നോട് ആവശ്യപ്പെട്ടത് ഇദ്ദേഹത്തിൻ്റെ പിതാവ് സാക്ഷാൽ KM മാണിയാണ്. അന്ന് ഞാൻ BJPയുടെ മെമ്പറൊന്നുമല്ല. അന്ന് BJPയുടെ സഹായം തേടിയ ഇദ്ദേഹത്തിൻ്റെ പിതാവിനോട് ചോദിക്കണമായിരുന്നു ഈ ചോദ്യം. ഇന്ന് ഈ കേരള കോൺഗ്രസിൻ്റെ മാണി വിഭാഗം ജോസ് കെ മാണി ചോദിക്കുന്നതിൽ യാതൊരു അർത്ഥമില്ലെന്ന് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും. പിന്നെ തൃശ്ശൂർ പ്രവർത്തിച്ച ആ കാര്യം, ഞാൻ BJPയുടെ ഒരു പാർട്ടിയിലെ മെമ്പറല്ല. അദ്ദേഹമായിട്ട് 35 വർഷത്തെ അടുത്ത കുടുംബബന്ധമാണ് ഞങ്ങൾക്കുള്ളത്. ആ കുടുംബബന്ധത്തിൻ്റെ പേരിൽ ശരിയാണ്, ഞാൻ അദ്ദേഹത്തിന് വേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ട്, ആ കാര്യം ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷേ എന്ന് UDFൻ്റെ സംവിധാനമായിട്ട് സഹകരിച്ച് ഞങ്ങൾ പോയോ അന്ന് മുതൽ UDFൻ്റെ കൂടെ ആത്മാർത്ഥമായിട്ട് ഉറച്ചു നിന്നു എന്ന് പറയാൻ എനിക്ക് ആ വിശ്വാസത്തോടുകൂടെ തന്നെയാണ് ഞങ്ങൾ ഇതിനെ അഭിമുഖീകരിക്കുന്നത്. ഒരു കാര്യം കൂടി, അതായത് ഇപ്പോൾ UDF നേതൃത്വം പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഒരു ചെയർപേഴ്സൺ സ്ഥാനാർത്ഥി ഉണ്ടാകും. ദിയ പുലിക്കക്കണ്ടവും ബിജു പുലിക്കക്കണ്ടവും മാധ്യമങ്ങളെ കാണുകയായിരുന്നു. കോൺഗ്രസ് പറയുന്നതിനൊപ്പമാണ് ഞങ്ങൾ നിന്നിട്ടുള്ളത്, ഇനിയും അതനുസരിച്ച് നിൽക്കും എന്ന കാര്യമാണ് സൂചിപ്പിക്കുന്നത്. ഒപ്പം ദിയ താനൊരു കൗൺസിലർ കൂടിയാണ്, അതനുസരിച്ച് തുടരും എന്ന ഒരു പ്രതീക്ഷയും കൂടി പ്രകടിപ്പിക്കുകയാണ്. മറ്റു വാർത്തകളിലേക്ക്. തെരഞ്ഞെടുപ്പ് ഫണ്ട് വിവാദങ്ങളിൽ പ്രതികരിക്കാതെ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. എന്തിന് പ്രതികരണമെന്നായിരുന്നു മറുചോദ്യം. പ്രതികരണങ്ങൾ ഉണ്ടാവും. വിവാദങ്ങൾ പാർട്ടിയോട് ബന്ധപ്പെട്ട് വരുന്നുണ്ട്. സംസ്ഥാന ആസൂത്രണ ബോർഡ് പുനഃസംഘടിപ്പിച്ചു. KM ചന്ദ്രശേഖറാണ് ആസൂത്രണ ബോർഡ് ഉപാധ്യക്ഷൻ. മുഖ്യമന്ത്രിക്ക് പുറമെ മന്ത്രിമാരായ PK കുഞ്ഞാലിക്കുട്ടി, സണ്ണി ജോസഫ്, മോൻസ് ജോസഫ്, ഷിബു ബേബി ജോൺ, CP ജോൺ എന്നിവരാണ് അംഗങ്ങൾ. വഖഫ് വിഷയത്തിൽ സർക്കാരിനെതിരായ പ്രചാരണങ്ങളെല്ലാം തെറ്റെന്ന് മന്ത്രി AP അനിൽകുമാർ. ഹർജിക്കാർക്കൊപ്പം നിന്നിട്ടില്ല, സെൻട്രൽ ആക്ട് മാത്രമാണ് പറഞ്ഞത്. ഇക്കാര്യത്തിൽ റവന്യൂ വകുപ്പ് മറുപടി പറയേണ്ട കാര്യമില്ല, മൈനോറിറ്റി വകുപ്പ് മാത്രം അറിഞ്ഞാൽ മതി. കോൺഗ്രസ് വന്നതിന് ശേഷം ബോർഡ് വിഷയത്തിൽ ശക്തമായ നിലപാടെടുത്തുവെന്നും AP അനിൽകുമാർ പറഞ്ഞു. റവന്യൂ വകുപ്പിന്റെ കീഴിലല്ല ഇത് വരുന്നത്. കാരണം കോടതിയിൽ അഫിഡവിറ്റ് കൊടുക്കേണ്ടത് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പാണ്, മൈനോറിറ്റി വകുപ്പാണ്. ആ വകുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആ വകുപ്പ് മറുപടി കൊടുത്തിട്ടുണ്ട്. ആ വകുപ്പ് അറിഞ്ഞാൽ മതി, റവന്യൂ വകുപ്പ് അറിയേണ്ട കാര്യമില്ല. റവന്യൂ വകുപ്പിന്റെ കീഴിൽ അണ്ടർ സെക്രട്ടറിയുടെ കീഴിലാണ് ഈ വകുപ്പിനുമായി ബന്ധപ്പെട്ട കാര്യം കൈകാര്യം ചെയ്യുന്നത്. അതിൽ വന്ന ഒരു തെറ്റിദ്ധാരണയാണ്. അപ്പോൾ സെക്രട്ടറിയും മന്ത്രിയും അറിഞ്ഞുകൊണ്ട് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പാണ് അഫിഡവിറ്റ് കൊടുത്തിട്ടുള്ളത്. അതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാണ്, അല്ല റവന്യൂവിന് അതിന് യാതൊരു റോളുമില്ല. വഖഫ് ബോർഡിൽ ഇതര മതവിഭാഗത്തിൽപ്പെട്ട ആളുകളെ വെക്കുന്ന കാര്യത്തിൽ കോൺഗ്രസിന് വ്യത്യസ്തമായ അഭിപ്രായമാണ്. ഒരു കാര്യത്തിൽ അത് ചെയ്യാൻ പാടില്ലാത്തതാണ്. പക്ഷേ ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യുക എന്നുള്ളതാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ BJP ഗവൺമെന്റ് നിലപാട്. അപ്പോൾ അതിനെതിരെ ശക്തമായ നിലപാടാണ് ഇപ്പോഴും ഞങ്ങൾക്കുള്ളത്. ഞങ്ങൾക്കതിൽ കോംപ്രമൈസ് ഇല്ല. യുക്രൈനിൽ റഷ്യൻ ആക്രമണത്തിനിടെ കൊല്ലപ്പെട്ട കാസർഗോഡ് വെള്ളരിക്കുണ്ട് സ്വദേശി അഖിൽ ജോയന്റെ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ വിദേശകാര്യ മന്ത്രാലയം തുടങ്ങി. 4 ഇന്ത്യക്കാർ ഉൾപ്പെടെ 10 പേരാണ് മിസൈൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. 1 മാസം മുൻപാണ് വിവാഹ നിശ്ചയമുറപ്പിച്ച് അഖിൽ ജോലി സ്ഥലത്തേക്ക് മടങ്ങിയത്. ജോയൻ സാലി ദമ്പതികളുടെ ഏക മകനാണ് അഖിൽ. 19-ാം വയസ്സിൽ കപ്പലിൽ ജോലിക്ക് ചേർന്ന അഖിൽ മികച്ച വടംവലി താരം കൂടിയാണ്. കാസർഗോഡ് ജില്ലയിലെ മലയോര മേഖലയായ വെള്ളരിക്കുണ്ടിനെ സംബന്ധിച്ചിടത്തോളം അഖിൽ ജോയിന്റെ വിയോഗം ഏറെ അപ്രതീക്ഷിതമായിരുന്നു. 1 മാസം മുൻപാണ് അഖിൽ ജോയൻ നാട്ടിലേക്ക് വന്നത്. അതിനുശേഷം വിവാഹം ഉറപ്പിച്ചാണ് വീണ്ടും ജോലിക്ക് മടങ്ങിയത്. വീട്ടുകാർക്കും നാട്ടുകാർക്കും ഒരുപോലെ പ്രിയപ്പെട്ടവനായിരുന്നു അഖിൽ ജോയൻ. എന്തായാലും അഖിൽ ജോയൻ ഇന്നലെ ഉച്ചക്കാണ് ഇങ്ങനെ കൊല്ലപ്പെട്ടു എന്ന വിവരം ബന്ധുക്കൾക്ക് ലഭിക്കുന്നത്. ഇമെയിൽ സന്ദേശം വരികയായിരുന്നു. അതിനുശേഷം വൈകിട്ടോടുകൂടി അഖിൽ ജോയിന്റെ മൃതദേഹം തിരിച്ചറിഞ്ഞു എന്നൊരു വിവരം കൂടി ബന്ധുക്കൾക്ക് ലഭിച്ചിട്ടുണ്ട്. മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ വിദേശകാര്യ മന്ത്രാലയം ആരംഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഒരു ചരക്ക് കപ്പലിന് നേരെ ഇത്തരത്തിൽ ഒരു ആക്രമണം നടന്നതിൽ ഇന്ത്യ ശക്തമായി അപലപിച്ചിട്ടുണ്ട്. അഖിൽ ജോയിൻ ഉൾപ്പെടെ 10 പേരാണ് ഈ ഒരു ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഇതിൽ 4 പേർ ഇന്ത്യക്കാരാണ്. എന്തായാലും 19-ാം വയസ്സിൽ കപ്പലിൽ ജോലിക്ക് കയറിയ അഖിൽ ഈ കുടുംബത്തിന്റെ ഏക അത്താണിയാണ്. വളരെ സാധാരണപ്പെട്ടൊരു കുടുംബമാണ് ഇവരുടേത്. അഖിൽ ജോയിന്റെ അച്ഛൻ ജോയിൻ ചിറ്റാരിക്കാലിലെ ഒരു ഹാർഡ്വെയർ കടയിലെ സെയിൽസ്മാനാണ്. അമ്മ
ഒരു പിഗ്മി ബാങ്കിലെ പിഗ്മി കളക്ടറാണ്. അങ്ങനെ വളരെ സാധാരണപ്പെട്ട ഒരു കുടുംബത്തിൻ്റെ ഏക അത്താണിയാണ് നഷ്ടപ്പെട്ടത്. മൃതദേഹം എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കണം എന്നുള്ള ഒരു ആവശ്യമാണ് ഇപ്പോൾ കുടുംബം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഏതായാലും മുംബൈ ആസ്ഥാനമായുള്ള കപ്പലിലാണ് ഈ അഖിൽ ജോയൻ ജോലി ചെയ്തിരുന്നത്. ഇത്രയും വലിയ കാലയളവിൽ കപ്പലിൽ ജോലി ചെയ്യുന്ന അഖിൽ നാട്ടിലെത്തുമ്പോൾ സുഹൃത്തുക്കൾക്കൊപ്പം ഒക്കെ സമയം ചെലവഴിക്കുന്ന സാഹചര്യമുണ്ട്. അങ്ങനെ സുഹൃത്തുക്കൾക്കൊക്കെ അഖിൽ ജോയിനെ കുറിച്ച് നല്ലത് മാത്രമേ പറയാനുള്ളൂ. അങ്ങനെയുള്ള ഒരാളെയാണ് ഇത്തരത്തിൽ നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഏതായാലും മൃതദേഹം എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കാനുള്ള നടപടി ഉണ്ടാകണമെന്നൊരാവശ്യമാണ് ഇപ്പോൾ ഇവർ ഉന്നയിക്കുന്നത്. അതോടൊപ്പം ഈ ഒരു വിവരം അറിഞ്ഞ് അഖിൽ ജോയിൻ്റെ മാതാവും പിതാവും ദേഹാസ്വസ്ഥത തുടർന്ന് ഇപ്പോൾ ആശുപത്രിയിലാണ്. ഏതായാലും ബന്ധുക്കളെല്ലാം വീട്ടിലേക്ക് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. മൃതദേഹം വളരെ പെട്ടെന്ന് തന്നെ എത്തിക്കാനുള്ള നടപടി വേണമെന്നൊരാവശ്യമാണ് ഇവർ ഇപ്പോൾ ഉന്നയിക്കുന്നത്. മുഖ്യമന്ത്രി വി ഡി സതീശൻ നട്ടെല്ല് ലീഗിന് അടിയറ വെച്ചുവെന്ന് എം പി രാജേഷ്. തദ്ദേശ സ്ഥാപനങ്ങൾ നിശ്ചലാവസ്ഥയിലാണ്. അംഗനവാടി പോഷകാഹാര പദ്ധതി, പാലിയേറ്റീവ് കെയർ പദ്ധതികളെല്ലാം നിശ്ചലമായെന്നും എം പി രാജേഷ് കുറ്റപ്പെടുത്തി. ഈ പ്രതിസന്ധി സൃഷ്ടിച്ചത് UDF ഗവൺമെന്റ്. പ്രധാനമായിട്ട് മുഖ്യ ഉത്തരവാദിത്വം ധനകാര്യമന്ത്രിക്കും, രണ്ടാമത്തെ ഉത്തരവാദിത്വം തദ്ദേശ വകുപ്പ് മന്ത്രിക്കാണ്. തദ്ദേശ വകുപ്പ് മന്ത്രി അതിന് നേതൃത്വം കൊടുക്കുന്ന ലീഗ് അവർ വാ തുറന്ന് ആവശ്യപ്പെടണ്ടേ? മാസം 4.5 കഴിഞ്ഞിരിക്കുന്നു. എന്താണ് ഈ ഫണ്ട് അനുവദിക്കാത്തത് എന്ന് വാ തുറന്നൊന്ന് ആവശ്യപ്പെടണ്ടേ? അതിന് പോലും നട്ടലില്ലാതായോ? ലീഗിനെ ലോകകപ്പിന്റെ ഫൈനൽ മത്സരത്തിൽ സ്പെയിൻ മെസ്സിയെ പൂട്ടിയതുപോലെ പൂട്ടിയിട്ടിരിക്കുകയാണ്. സ്വന്തം വകുപ്പിന്റെ കാര്യത്തിൽ ഇത്ര ഗുരുതരമായിട്ടുള്ള അവഗണന മുഖ്യമന്ത്രി കാണിച്ചിട്ട് ഒരക്ഷരം മിണ്ടാനോ ഈ ഫണ്ടൊന്ന് വാങ്ങിക്കൊടുക്കാനോ ഇവർക്ക് കഴിയുന്നുണ്ടോ? എന്നാൽ ഫണ്ട് കൊടുക്കാതെ പഞ്ചായത്തുകളുടെ പ്രവർത്തനം മുടക്കിയത് LDF സർക്കാർ ആണെന്ന് മന്ത്രി AP അനിൽകുമാർ പറഞ്ഞു. UDF സർക്കാർ വന്നതിന് ശേഷം ഫണ്ടുകൾ നൽകി തുടങ്ങിയെന്നും മന്ത്രി മറുപടി നൽകി. കഴിഞ്ഞ ഗവൺമെന്റ് കാലത്ത് പഞ്ചായത്ത് ഫണ്ടുകൾ ഇതുപോലെ വെട്ടിക്കുറച്ച ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല. മൂന്നാമത്തെ ഇൻസ്റ്റാൾമെന്റ് കൊടുത്തില്ല. കഴിഞ്ഞ ഗവൺമെന്റ് ഇറങ്ങിപ്പോകുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൊടുക്കേണ്ട മൂന്നാമത്തെ ഗഡു കൊടുക്കാതെയാണ് ഇറങ്ങിപ്പോയത്. അല്ല, ഞങ്ങൾ വന്ന് 2 മാസം പൂർത്തീകരിക്കുന്നു, 18-ന് പൂർത്തീകരിച്ച് ഞങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള ഫണ്ട് കൊടുക്കാനുള്ള എല്ലാ നടപടി ഞാൻ മനസ്സിലാക്കുന്ന 1-ാം ഘട്ടം കൊടുത്തു എന്നുള്ളതാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പഞ്ചായത്തുകളെ സ്ട്രെങ്തൻ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് UDFന്റെ നയം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അർഹതമായത് UDF ഗവൺമെൻറ് കാലത്ത് കൊടുക്കും. LDF ഗവൺമെൻറ്റിൻ്റെ കാലത്തുള്ള ഒരു കീഴ്വഴക്കമായിരിക്കില്ല UDFൻ്റേത്. ഹൈക്കോടതിക്ക് മുന്നിൽ ദമ്പതികളുടെ ആത്മഹത്യാശ്രമം. ആംബുലൻസ് ഡ്രൈവറും ഭാര്യയും ആംബുലൻസിനുള്ളിലാണ് വിഷം കഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. പോലീസിനും നീതിന്യായ സംവിധാനത്തിനുമെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചായിരുന്നു ആത്മഹത്യാശ്രമം. വ്യാജ പീഡന പരാതിയും കള്ളമൊഴിയും നൽകി തങ്ങളെ കുടുക്കിയെന്നതാണ് ഇവരുടെ ആരോപണം. ഹൈക്കോടതിക്ക് മുൻപിൽ ദമ്പതികളുടെ ആത്മഹത്യാശ്രമം ഉണ്ടായിരിക്കുകയാണ്. ആംബുലൻസ് ഡ്രൈവറും ഭാര്യയും ആംബുലൻസിനുള്ളിലാണ് ആത്മഹത്യാശ്രമം നടത്തിയത്. ഉറക്കഗുളിക കഴിച്ചാണ് ഇരുവരും ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. ഈ ആംബുലൻസ് ഡ്രൈവറിന്റെ പേരിലുണ്ടായിരുന്ന ഒരു കേസിന്റെ അടിസ്ഥാനത്തിലാണ് അതിൽ നിന്നും തനിക്ക് നീതി കിട്ടിയില്ല എന്ന് ആരോപിച്ചാണ് ആത്മഹത്യാക്കുറിപ്പ് തയ്യാറാക്കിയിരിക്കുന്നത്. അങ്ങനെയാണ് ഹൈക്കോടതിക്ക് മുൻപിൽ വന്നിട്ട് ആത്മഹത്യ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അത് നീതിന്യായ വ്യവസ്ഥ തങ്ങളെ സംരക്ഷിച്ചില്ല, നീതിന്യായ വ്യവസ്ഥയിൽ നിന്നും തങ്ങൾക്ക് നീതി കിട്ടിയില്ല, ആലുവ പോലീസിൽ നിന്നും തങ്ങൾക്ക് നീതി കിട്ടിയ തുടങ്ങിയ വിവിധ ആരോപണങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത്. മാത്രമല്ല പരാതിക്കാരി, അതായത് ഈ ആംബുലൻസ് ഡ്രൈവർക്കെതിരെ നേരത്തെ ഒരു സ്ത്രീ റേപ്പ് അറ്റംപ്റ്റുമായി പരാതി നൽകിയിരുന്നു. ആലുവ പോലീസിന് മുൻപാകെ പരാതി നൽകിയിരുന്നു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഈ പരാതി വ്യാജ പരാതിയാണെന്ന് പോലീസിനും അറിയാം. താൻ അതിൻ്റെ വ്യക്തമായ തെളിവുകൾ പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കിയതാണ്. എന്നിട്ടും തനിക്കെതിരെ നടപടിയുമായി മുന്നോട്ട് പോയി. മാത്രമല്ല പോലീസ് തന്നെ സംരക്ഷിക്കാമെന്ന് പറഞ്ഞിട്ടും മുൻകൂർ ജാമ്യത്തിന് അപേക്ഷിച്ചപ്പോൾ അതിനെ ശക്തമായി കോടതിയിൽ പോലീസ് എതിർക്കുന്ന സാഹചര്യമുണ്ടായി. അത്തരം കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിയാണ് ആത്മഹത്യാക്കുറിപ്പ് എഴുതിയിരിക്കുന്നത്. അങ്ങനെയാണ്. അത് മാത്രമല്ല നേരത്തെ ഈ പരാതിക്കാരിയായ സ്ത്രീക്ക് ബന്ധുവായിട്ടുള്ള ഒരു ജഡ്ജുണ്ട്. അവരുടെ അധികാര പരിധി ഉപയോഗിച്ചും അവരുടെ അധികാരം ഉപയോഗിച്ചുമാണ് ഇത്തരത്തിൽ തനിക്കെതിരെ പരാതി ഇപ്പോൾ നിലനിൽക്കുന്നതും തനിക്കെതിരെ അത്തരത്തിലുള്ള പരാതിയുമായി മുന്നോട്ട് പോകാൻ പോലീസ് ധൈര്യം കാണിച്ചതുമെന്നാണ്
പ്രധാന ആരോപണം അതാണ്. എന്തായാലും നിലവിൽ ഇദ്ദേഹവും ഭാര്യയും ഗുരുതരാവസ്ഥയിൽ എന്നാണ് ആദ്യഘട്ടത്തിൽ ഇവിടുത്തെ ജനറൽ ഹോസ്പിറ്റലിലായിരുന്നു ഇവരെ എത്തിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ICU സംവിധാനം ഇപ്പോൾ അവൈലബിലിറ്റി കുറവായതുകൊണ്ടാണ് ജനറൽ ഹോസ്പിറ്റലിൽ നിന്നും മറ്റൊരു സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നത്. എന്നാലും ഗുരുതരാവസ്ഥ തരണം ചെയ്തു എന്നാണ് മനസ്സിലാക്കുന്നത്. പോലീസ് സ്റ്റേഷനിൽ നിന്നും അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. ഈ ആംബുലൻസ് സെൻട്രൽ പോലീസ് സ്റ്റേഷനിൻ്റെ പരിധിയിലാണ് ഈ സംഭവം നടന്നത്. സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ ആംബുലൻസ് പോലീസ് സീസ് ചെയ്തിട്ടുണ്ട്. അതിനുള്ളിൽ നിന്നും നിരവധി ചിത്രങ്ങൾ, അതായത് ഈ പരാതിക്കാരിയും ഈ ആത്മഹത്യയ്ക്ക് ശ്രമിച്ച ആളും തമ്മിലുള്ള നിരവധി ചിത്രങ്ങൾ ചിതറിയിട്ടിരിക്കുന്നു എന്നാണ് പോലീസ് പറയുന്നത്. മാത്രമല്ല ഇവർ തമ്മിലുണ്ടായിരുന്ന ബന്ധമുണ്ടായിരുന്നു. അദ്ദേഹം ഈ പരാതിക്കാരികളുടെ ഭാര്യയാണോ അതല്ലെങ്കിൽ പെൺസുഹൃത്താണോ എന്നുള്ള കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. ഇനി ആത്മഹത്യാക്കുറിപ്പിൽ നിന്നും വ്യക്തത വന്നിട്ടില്ല. പോലീസിനും അക്കാര്യത്തിൽ വ്യക്തത വന്നില്ല. എന്തായാലും ഈ ആത്മഹത്യ ചെയ്ത ആംബുലൻസ് ഡ്രൈവർക്ക് ബോധം വന്ന ശേഷവും മറ്റുള്ള ആളുകളുടെ മൊഴിയെടുത്ത ശേഷവും അക്കാര്യത്തിൽ ഒരു വ്യക്തതയുണ്ടാവുകയുള്ളൂ. എന്തായാലും ഈ പരാതിക്കാരിയുമായി നേരത്തെ ഇദ്ദേഹത്തിന് ബന്ധമുണ്ടായിരുന്നു. ആ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ തമ്മിൽ മറ്റ് ഇടപാടുകളും ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ സമയത്ത് കൺസെൻറ്റോട് കൂടി എടുത്തിട്ടുള്ള ചില ഫോട്ടോസ്, ചില വീഡിയോസൊക്കെയാണ് ലീക്കായിരിക്കുന്നതെന്നാണ് പരാതിക്കാരിയുടെ ഭാഗത്തുനിന്ന് ലീക്കായിരിക്കുന്നതാണ്. അത് പരാതിക്കാരി തനിക്കെതിരെ ഉപയോഗിച്ചു എന്നുള്ളതാണ് ആംബുലൻസ് ഡ്രൈവറുടെ പരാതി. അങ്ങനെയാണ് ആംബുലൻസ് ഡ്രൈവറും ഭാര്യയുമാണ് ഇത്തരത്തിൽ ആത്മഹത്യ ഭീഷണി ഉന്നയിച്ച് അതായത് ആ വീഡിയോ അവർ തങ്ങൾ ആത്മഹത്യ ചെയ്യാൻ പോകുന്ന കാരണങ്ങൾ ന്യായീകരിച്ചുകൊണ്ട് നിരത്തിക്കൊണ്ട് ഒരു വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്. ആ വീഡിയോയിലൂടെ പറയുന്നത്, ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നത് തങ്ങളെ ചതിച്ചു എന്നാണ്. പരാതിക്കാരിക്ക് സപ്പോർട്ട് ചെയ്തിട്ടുള്ള ചില ആളുകൾ തങ്ങൾ പണം നൽകാത്തതിൽ പ്രതിഷേധിച്ചും അതിലെ വൈരാഗ്യവും മൂലമാണ് എന്നുള്ള കാര്യവും വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും നിലവിൽ പോലീസ് വിശദാംശങ്ങൾ തേടിക്കൊണ്ടിരിക്കുകയാണ്. ഈ പരാതിക്കാരിയും ആംബുലൻസ് ഡ്രൈവറും തമ്മിലുള്ള ബന്ധം ഇനിയും വ്യക്തമാക്കാനുണ്ട്. ഭാര്യയാണെന്നുള്ള ഒരു വിലയിരുത്തലാണ് പോലീസ് നിലവിലുള്ളത്. കാരണം കുഞ്ഞുങ്ങളുടെ കഥയൊക്കെ പറയുന്നുണ്ട്. ആംബുലൻസ് ഡ്രൈവർ എഴുതിയ ആത്മഹത്യാക്കുറിപ്പിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ നന്നായി നോക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഭാര്യയാണോ അതല്ലെങ്കിൽ മറ്റേ മുൻപുണ്ടായിരുന്ന ഒരു സൗഹൃദ ബന്ധമാണോ എന്നുള്ള കാര്യത്തിൽ പോലീസിന് വ്യക്തത വരാനുണ്ട്. എന്തായാലും സെൻട്രൽ പോലീസാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. അദ്ദേഹത്തിന് ബോധം തെളിഞ്ഞ്, അത് ആംബുലൻസ് ഡ്രൈവറിന് ബോധം തെളിയുകയോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരാളുടെ ഇവരുടെ പരിചയക്കാരുടെ ആരുടെ എങ്കിലും മൊഴി രേഖപ്പെടുത്തുകയോ ചെയ്താൽ ഈ കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരുമെന്നാണ് പോലീസ് അറിയിക്കുന്നത്. മൊണാലിസയ്ക്ക് വീണ്ടും പോലീസ് സംരക്ഷണം. ഹൈക്കോടതിയാണ് പോലീസ് സംരക്ഷണം നൽകാൻ പാലാരിവട്ടം പോലീസിന് നിർദ്ദേശം നൽകിയത്. പാലാരിവട്ടം പോലീസിന് ഹർജിയിൽ ഹൈക്കോടതി സ്വമേധയാ കക്ഷി ചേർത്തു. മൊണാലിസയുടെ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ്. തിരുവനന്തപുരം വെമ്പായം ശ്രീവത്സം ബാറിൽ പെട്രോൾ ഒഴിച്ച് 5 പേരെ തീ കൊളുത്തിയ അനീഷിന്റെ ശബ്ദ സന്ദേശം പുറത്ത്. തന്റെ മുഖത്തടിച്ചതിനെ തുടർന്നുണ്ടായ പ്രകോപനമാണ് പ്രശ്നങ്ങൾക്ക് കാരണം. പമ്പിൽ പോയി പെട്രോൾ വാങ്ങി വന്നാണ് 5 പേരെ കത്തിച്ചത്. തനിക്ക് കുഴപ്പമില്ലെന്നും ശബ്ദ സന്ദേശത്തിൽ അനീഷ് പറയുന്നു. ഞാൻ ഒരു പെഗടിക്കാൻ വേണ്ടി ഇവിടെ വന്നതാണ് ബാറിൽ വന്നപ്പോ അവന്മാരെന്നെ ചവിട്ടിലടിച്ചു. ഞാൻ എന്തിരിയ, ഞാൻ പോയി പെട്രോൾ പമ്പിൽ പോയിട്ട് പെട്രോൾ വാങ്ങിച്ചിട്ട് അവന്മാരെ ഒഴിച്ച് കത്തിച്ച്. എനിക്കൊന്നും പറ്റിയൊന്നുമില്ല, ഇവിടെ കരിഞ്ഞു മൊത്തം. സംഭവത്തിൽ പൊള്ളലേറ്റ ഒരാൾ മരിച്ചു. വെമ്പായം കാരംകോട് സ്വദേശി നവാസാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ചത്. മൊബൈൽ ടോർച്ച് വെട്ടത്തിൽ വെമ്പായത്തെ ശ്രീവത്സം ബാറിൽ കഴിഞ്ഞ ഞായറാഴ്ച രാത്രി ഉണ്ടായ സംഘർഷങ്ങൾക്കിടെ 5 പേരെ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയ അനീഷിന്റെ ശബ്ദ സന്ദേശമാണ് പുറത്തു വന്നിരിക്കുന്നത്. അനീഷിന്റെ മുഖത്ത് നവാസ് എന്നയാൾ വാക്ക് തർക്കത്തിനിടെ അടിച്ചു. അതിൽ പ്രകോപിതനായ അനീഷ് പുറത്തുപോയി പെട്രോൾ പമ്പിൽ നിന്ന് പെട്രോൾ വാങ്ങി മടങ്ങിയെത്തുകയായിരുന്നു. തുടർന്ന് നവാസിനെയും ഒപ്പമുണ്ടായിരുന്ന 5 പേർക്ക് നേരെ ഈ പെട്രോൾ ഒഴിക്കുകയായിരുന്നു. പെട്രോൾ ഒഴിക്കുന്നതിനിടയിൽ അനീഷിന്റെ ദേഹത്തും ഇന്ധനം വീണു. തുടർന്ന് കൈവശമുണ്ടായിരുന്ന ലൈറ്റർ ഉപയോഗിച്ച് ഉടൻ തന്നെ കത്തിക്കുകയായിരുന്നു. തീ ആളിപ്പടർന്ന് നവാസിന്റെ ശരീരത്തിൽ ഏതാണ്ട് 80% പൊള്ളലേറ്റ നിലയിലായിരുന്നു. ആന്തരിക അവയവങ്ങൾക്ക് ഉൾപ്പെടെ ക്ഷതമേറ്റിരുന്നു. അങ്ങനെയാണ് ഇന്നലെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയവേ നവാസ് മരണപ്പെടുന്നത്. ശേഷിക്കുന്ന 5 പേരും ഇപ്പോഴും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. പക്ഷേ ഈ ശബ്ദ സന്ദേശത്തിൽ അനീഷ് പറയുന്നത് തനിക്ക് കുഴപ്പമൊന്നുമില്ല, കുറച്ച് പൊള്ളിയിട്ടുണ്ട് എന്നേ ഉള്ളൂ എന്നാണ്. പക്ഷേ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരമനുസരിച്ച് അനീഷിനും 80% മുകളിൽ പൊള്ളലേറ്റിട്ടുണ്ട്. നിലവിൽ ചികിത്സയിൽ തുടരുന്ന 5 പേരിൽ 2 പേരുടെയും നില ഗുരുതരമാണ്. വെഞ്ഞാറമൂട് പോലീസ് വധശ്രമത്തിനാണ് അനീഷിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട്
ബന്ധപ്പെട്ട് മജിസ്ട്രേറ്റ് ആശുപത്രിയിൽ നേരിട്ടെത്തി അവരുടെ മൊഴിയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ സംഘർഷങ്ങളിലേക്കും വാക്കുതർക്കത്തിലേക്കും നയിച്ചത് നേരത്തെ ഉണ്ടായ ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനമാണോ, അനീഷും നവാസ് തമ്മിൽ മറ്റെന്തെങ്കിലും തർക്കങ്ങൾ നേരത്തെ നിലനിന്നിരുന്നോ, ഇതടക്കമുള്ള കാര്യങ്ങൾ വെഞ്ഞാറമൂട് പോലീസ് വിശദമായി പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. മൊബൈൽ ടോർച്ച് വെട്ടത്തിൽ ചികിത്സ നടത്തിയ പാലോട് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം. ഇന്നലെയായിരുന്നു മൊബൈൽ ടോർച്ചിന്റെ വെട്ടത്തിൽ ആശുപത്രിയിലെ ചികിത്സ. ഇന്ന് ഉച്ചവരെയും പ്രശ്നത്തിന് പരിഹാരം കാണാഞ്ഞതോടെയാണ് ഡിവൈഎഫ്ഐ ആശുപത്രിയിൽ പ്രതിഷേധിച്ചത്. തുടർന്ന് തകരാർ പരിഹരിച്ച് ജനറേറ്റർ പ്രവർത്തിപ്പിച്ചു. ഡിവൈഎഫ്ഐ സംസ്ഥാന സമിതി അംഗം അൻസാരി പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. തൃശൂരിൽ വീണ്ടും തെരുവുനായ ആക്രമണം. തലനാരിഴയ്ക്കാണ് വിദ്യാർത്ഥി നായയുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. കാഞ്ഞിരക്കോട് മിനി നഗറിലാണ് സംഭവം. ഇന്നലെ വൈകിട്ട് 5 മണിയോടെയായിരുന്നു സംഭവം. വീട്ടിൽ നിന്നും കളിക്കാനായി പുറത്തിറങ്ങിയ ക്രിസിന് നേരെ റോഡിലുണ്ടായിരുന്ന തെരുവുനായ്ക്കൾ കൂട്ടമായി പാഞ്ഞെടുക്കുകയായിരുന്നു. തൊട്ടടുത്തുള്ള വീട്ടിലേക്ക് ഓടിക്കയറിയതിനാലാണ് കടിയേൽക്കാതെ രക്ഷപ്പെട്ടത്. കേരള ബാലസാഹിത്യ അക്കാദമിയുടെ ബാലകഥാ പുരസ്കാരം ജി കണ്ണനുണ്ണിക്ക്. ഹീറോ ഡാഡിയും കുഞ്ഞൻ ബ്രോയും എന്ന ലഹരി വിരുദ്ധ ബാലസാഹിത്യ പുസ്തകത്തിനാണ് അംഗീകാരം. 10,000 രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. ഡോക്ടർ കെ ശ്രീകുമാർ, ഡോക്ടർ സാബു കോട്ടുക്കൽ, റോസ്മേരി, സുനിൽ CE എന്നിവരടങ്ങിയ ജൂറിയാണ് പുരസ്കാരങ്ങൾ നിർണയിച്ചത്. ഓഗസ്റ്റ് 8-ന് തൃശൂർ സാഹിത്യ അക്കാദമിയിൽ പുരസ്കാരങ്ങൾ സമ്മാനിക്കും. തൊടുപുഴ മങ്ങാട്ട് കവലയിൽ ഡ്യൂട്ടിക്കിടെ മദ്യപിച്ചെന്നാരോപിച്ച് പോലീസുകാരെ തടഞ്ഞുവെച്ച സംഭവത്തിൽ CPM ഏരിയ സെക്രട്ടറി ഉൾപ്പെടെ കണ്ടാലറിയാവുന്ന 200 പേർക്കെതിരെ കേസെടുത്ത പോലീസ്. തൊടുപുഴ ഈസ്റ്റ് ഏരിയ സെക്രട്ടറി ലിനു ജോസ് ഉൾപ്പെടെയുള്ളവർക്കെതിരെയാണ് കേസ്. അന്യായമായി സംഘം ചേരൽ, കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ എന്നീ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. ലോകകപ്പ് ഫൈനലിനിടെ തിങ്കളാഴ്ച പുലർച്ചെയാണ് കരിമണ്ണൂർ SIയെയും ഡ്രൈവറെയും തടഞ്ഞത്. ഔദ്യോഗിക വാഹനത്തിൽ നിന്ന് മദ്യക്കുപ്പി കണ്ടെത്തിയിരുന്നു. ഉദ്യോഗസ്ഥർ മദ്യപിച്ചതായി പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തിയില്ല എന്ന് പോലീസ് അറിയിക്കുന്നു. രക്തസാമ്പിളുകളുടെ വിദഗ്ധ പരിശോധനാ റിപ്പോർട്ട് കിട്ടിയ ശേഷം തുടർ നടപടിയെന്നാണ് ജില്ലാ പോലീസ് മേധാവിയുടെ വിശദീകരണം. തിരുവനന്തപുരം കിളിമാനൂർ പാപ്പാലയിൽ വാഹനാപകടത്തിൽ ഒരു മരണം. 2 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. നിർത്തിയിട്ടിരുന്ന ലോറിയുടെ പിന്നിൽ ടെമ്പോ ട്രാവലർ ഇടിച്ചാണ് അപകടം. തൃശൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് കളിപ്പാട്ടങ്ങളുമായി വന്നതാണ് ട്രാവലർ. തിരുവനന്തപുരം നെടുമങ്ങാട് ക്ഷേത്ര മൈതാനത്ത് കഞ്ചാവ് ചെടി കണ്ടെത്തി. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ എക്സൈസ് സംഘം നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് ചെടി കണ്ടെത്തിയത്. 158 സെന്റിമീറ്റർ നീളമുള്ളതും 47 സെന്റിമീറ്റർ നീളവുമുള്ള 2 കഞ്ചാവ് ചെടികളാണ് കണ്ടെത്തിയത്. ആരെങ്കിലും നട്ടുവളർത്തിയതാണോ ചെടിയെന്ന് എക്സൈസ് അന്വേഷണം നടത്തുന്നു. പാലക്കാട് മണ്ണാർക്കാട് കൈതച്ചിറയിൽ വയോധികൻ മുങ്ങി മരിച്ചു. കൈതച്ചിറ സ്വദേശി വേലായുധനാണ് മരിച്ചത്. പുഴയിൽ കുളിക്കാനിറങ്ങിയപ്പോഴാണ് അപകടം. ലോട്ടറി വിൽപ്പനക്കാരനായിരുന്നു. ഇന്ന് രാവിലെ 9 മണിയോടെയാണ് അപകടമുണ്ടായത്. തിരുവനന്തപുരം വർക്കലയിൽ അമിത വേഗതയിലെത്തിയ കാർ ഇരുചക്ര വാഹനത്തിലിടിച്ച അപകടം. 2 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. വടശ്ശേരിക്കോണം ജംഗ്ഷന് സമീപമാണ് അപകടം. കടയ്ക്കൽ സ്വദേശി ഓടിച്ചിരുന്ന കാർ അമിത വേഗതയിൽ മറ്റൊരു വാഹനത്തെ ഓവർടേക്ക് ചെയ്യുന്നതിനിടെ ബൈക്കിലിടിക്കുകയായിരുന്നു. സംസ്ഥാന അതിർത്തിയായ കുലശേഖരത്ത് ബസ്സിൽ നിന്ന് യാത്രക്കാരിയുടെ ആഭരണങ്ങൾ മോഷ്ടിച്ച കേസിൽ 2 സ്ത്രീകൾ അറസ്റ്റിൽ. പൊള്ളാച്ചി കോട്ടിക്കൽ പാളയം സ്വദേശികളായ ഈശ്വരിയും ലച്ചുമിയുമാണ് അറസ്റ്റിലായത്. തിരുവട്ടാർ പോലീസാണ് അറസ്റ്റ് ചെയ്തത്. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്ക്. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, the versatile jewelry. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 13,220 രൂപ, പവൻ 1,05,760 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 10,860 രൂപ, പവന് 86,880 രൂപ. വെള്ളി ഗ്രാമിന് 235 രൂപ, കിലോയ്ക്ക് 2,35,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, the versatile jewelry. പകൽ വാർത്ത പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം സ്പോട്ട് ലൈവ് കാണാം. ടോം കുര്യാക്കോസ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.